Hey CA students, looking for free auditing classes in Malayalam? Looking for summarized auditing notes? Ready to attend free audit MCQ quizzes? And to attend weekly descriptive examination? Do you want all this for free? Join our Telegram channel now. ഓക്കെ, അപ്പോൾ ചാപ്റ്റർ 4ൻ്റെ മൂന്നാമത്തെ പാർട്ടാണിത്. നമ്മൾ ഓൾറെഡി മെറ്റീരിയാലിറ്റി ആൻഡ് റിസ്ക് അസസ്മെൻറ്റും അതേമാതിരി തന്നെ റിസ്ക് ബേസ്ഡ് ഓഡിറ്റ് അപ്രോച്ചും നമ്മൾ ഓൾറെഡി 2 പാർട്ടിലും കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ പാർട്ടിൽ 3rd പാർട്ടിൽ നമ്മൾ നോക്കുന്ന ടോപ്പിക്കാണ് ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം, നേച്ചർ, സ്കോപ്പ്, ഒബ്ജക്റ്റീവ് ആൻഡ് സ്ട്രക്ചർ. ഓക്കെ, സോ internal control are a comprehensive system consisting specific policies and procedures. അപ്പോൾ ഇൻറ്റേർണൽ കൺട്രോൾസ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു കോംപ്രഹെൻസീവായ സിസ്റ്റമാണ്. കോംപ്രഹെൻസീവ് മീൻസ് ഒരു കംപ്ലീറ്റ് സിസ്റ്റം എന്ന് വെച്ചാൽ ഓവറോൾ നോക്കുന്ന ഒരു സിസ്റ്റമാണ് എന്ത്? ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം. അതിൽ എന്തൊക്കെയാണുള്ളത്? കൺസിസ്റ്റിംഗ് സ്പെസിഫിക് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. അപ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ള പോളിസീസും പ്രൊസീജിയേഴ്സും ഉള്ള ഒരു കംപ്ലീറ്റ് സിസ്റ്റമാണ് എന്ത്? ഇൻറ്റേർണൽ കൺട്രോൾ. ഓക്കെ, these are designed to provide management with reasonable assurance that the goals and objectives deemed important എന്ന് വെച്ചാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗോൾസും ഒബ്ജക്റ്റീവും ടു ദ എൻറ്റിറ്റി വിൽ ബി മെറ്റ് എഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി. അപ്പോൾ നമ്മളുടെ എൻറ്റിറ്റീൻ്റെ, നമ്മളുടെ ഓർഗനൈസേഷൻ, നമ്മൾ ഓഡിറ്റ് ചെയ്യുന്ന സ്ഥാപനം, അതാണ് എന്ത്? നമ്മളുടെ ക്ലയൻറ്റ്. ആ എൻറ്റിറ്റീൻ്റെ ഗോൾസും ഒബ്ജക്റ്റീവ്സും എന്താണ്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗോൾസും ഒബ്ജക്റ്റീവും എഫക്റ്റീവായിട്ടും എഫിഷ്യൻ്റായിട്ടും നമ്മൾ ഫുൾഫിൽ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യത്തിന് റീസണബിൾ അഷ്വറൻസ് തരാൻ വേണ്ടിയിട്ട് ഉള്ളൊരു സിസ്റ്റമാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു കോംപ്രഹെൻസീവ് സിസ്റ്റമാണ് കൺസിസ്റ്റിംഗ് ഓഫ് സ്പെസിഫിക് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. ഡെഫിനിഷൻ ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം. The internal control system encompasses all policies and procedures adopted by the management to assist in achieving the objective. അപ്പോൾ മാനേജ്മെൻ്റ് ആണെന്ത്? ഒരു ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ എൻറ്റിറ്റീൻ്റെ എന്താണ്? അവരുടെ ഒബ്ജക്റ്റീവ്സ്, എൻറ്റിറ്റിക്ക് ഒരു ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും, ഗോൾസ്, ഒബ്ജക്റ്റീവ്, സ്ട്രാറ്റജി, അതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നതിൻ്റെ ഉത്തരവാദിത്തം, റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? മാനേജ്മെൻറ്റാണ്. ആ റെസ്പോൺസിബിലിറ്റീനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റ് എന്താണ്? ഡിസൈനും ഇംപ്ലിമെൻറ്റും ചെയ്യുന്ന പോളിസീസും പ്രൊസീജിയേഴ്സും ആണ് എന്ത്? ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റംസ്. സോ ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റംസ് കോമ്പോസസ് ഓൾ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് adopted by management to assist in achieving the objective. Okay, this include ensuring orderly and efficient business conduct, adherence to management policies, safeguarding assets, preventing and detecting fraud and error, and ensuring the accuracy and completeness of accounting records and timely presentation of reliable financial information. അപ്പം ഇത്രയും കാര്യങ്ങളാണ് എന്ത്? മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവായിട്ട് വരുന്നത്. ഫസ്റ്റ് എന്താ വരുന്നത്? എൻഷുറിങ് ഓർഡർലി ആൻഡ് എഫിഷ്യൻറ്റ് ബിസിനസ് കണ്ടക്ട്. അപ്പോൾ നമ്മളെന്താണ്? ബിസിനസ് എഫിഷ്യൻ്റായിട്ടും ഓർഡറായിട്ടും പ്രോപ്പറായിട്ടും ബിസിനസ് നടത്തൽ, ഇതാണ് മാനേജ്മെൻറ്റിൻ്റെ ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി. അത് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻറ്റേർണൽ കൺട്രോൾ യൂസ് ചെയ്യും. ദെൻ അദറൻസ് ടു ദ മാനേജ്മെൻറ്റ് പോളിസി, മാനേജ്മെൻറ്റ് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്, അദർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ്? അതിനും നമ്മൾ ഇൻറ്റേർണൽ കൺട്രോൾ യൂസ് ചെയ്യും, മാനേജ്മെൻറ്റ് ഇൻറ്റേർണൽ കൺട്രോൾ യൂസ് ചെയ്യും. അസറ്റ് സേഫ് ഗാർഡ് ചെയ്യാൻ ഇൻറ്റേർണൽ കൺട്രോൾ യൂസ് ചെയ്യും. ഫ്രോഡും എററും പ്രിവെൻറ്റ് ചെയ്യാനും അതേമാതിരി അത് ഡിറ്റക്റ്റ് ചെയ്യാനും നമ്മൾ എന്താണ്? ഇൻറ്റേർണൽ കൺട്രോൾസ് യൂസ് ചെയ്യും. പിന്നെ എൻഷുറിങ് ദ ആക്യുറസി ആൻഡ് കംപ്ലീറ്റ്നെസ് ഓഫ് അക്കൗണ്ടിങ് റെക്കോർഡ്സിൻ്റെ ആക്യുറസിയും കംപ്ലീറ്റ്നെസ്സും എൻഷുർ ചെയ്യാനും അതേമാതിരി തന്നെ റിലയബിൾ ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് പ്രിപ്പയർ ചെയ്യാനും ടൈംലി പ്രിപ്പയർ ചെയ്യാനും നമ്മൾ എന്താണ്? ഇൻറ്റേർണൽ കൺട്രോൾ മാനേജ്മെൻറ്റ് യൂസ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ മാനേജ്മെൻറ്റിൻ്റെ എന്താണ്? ഒബ്ജക്റ്റീവ്സ് ആണ്. ഈ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റ് പോളിസീസും, ഇതിനെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ്? പോളിസീസും പ്രൊസീജിയേഴ്സും മാനേജ്മെൻറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യും. അതാണ് ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം.
SA 315 ഡെഫിനിഷൻ. അപ്പം SA 315 ഏതാണെന്ന് അറിയാലോ. SA 315 എന്ന് വെച്ചാൽ ഐഡൻറ്റിഫൈങ് ആൻഡ് അസസിങ് ദ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് ത്രൂ അണ്ടർസ്റ്റാൻഡിങ് ദ എൻറ്റിറ്റി ആൻഡ് ഇറ്റ്സ് എൻവിറോൺമെൻറ്റ്. അപ്പം എന്താണ്, നമ്മൾ എൻറ്റിറ്റിനെയും അതിൻ്റെ എൻവിറോൺമെൻറ്റിനെയും മനസ്സിലാക്കിയിട്ട് ഈ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യും, അതേമാതിരി തന്നെ അസസും ചെയ്യുക. അതാണ് SA 315 പറഞ്ഞത്. അപ്പോൾ 315 പ്രകാരം ഈ ഇൻറ്റേർണൽ കൺട്രോൾ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യത്തിന് വേണ്ടി തന്നെയാണ്. ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം ഈസ് എ പ്രോസസ് ഡിസൈൻഡ്, ഇംപ്ലിമെൻറ്റഡ് ആൻഡ് മെയിൻറ്റെയിൻഡ് ബൈ ഗവർണൻസ്, മാനേജ്മെൻറ്റ് ആൻഡ് അതർ പേഴ്സണൽ. ഒന്നുകിൽ ഗവർണൻസ് TCWGയോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റോ അല്ലെങ്കിൽ അതർ പേഴ്സണലോ. ഇവരിത് എന്തിനാണ് ഡിസൈനും ഇംപ്ലിമെൻറ്റും മെയിൻറ്റെയിനും ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻറ്റിറ്റീൻ്റെ ഒബ്ജക്റ്റീവ് അത് അച്ചീവ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യത്തിന് ഒരു റീസണബിൾ അഷുറൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം സാധനം തന്നെ. അപ്പോൾ അതുതന്നെയാണ് SA 315 പറയുന്നത്. ദീസ് ഒബ്ജക്റ്റീവ്സ് ഇൻക്ലൂഡ് ദ റിലയബിലിറ്റി ഓഫ് ഫിനാൻഷ്യൽ റിപ്പോർട്ട്. അപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ഈ ഒബ്ജക്റ്റീവ്സ് എന്ന് വെച്ചാൽ നമ്മൾ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് റിലയബിളായ രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ദെൻ ഓപ്പറേഷണൽ എഫക്റ്റീവ്നെസ് ആൻഡ് എഫിഷ്യൻസി. നമ്മൾ ചെയ്യുന്ന ബിസിനസ് കണ്ടക്ട്, ബിസിനസ് ഓപ്പറേഷൻസ് എന്താണ്, അത് എഫക്റ്റീവായിട്ടും എഫിഷ്യൻ്റ് ആയിട്ടും നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കുക. അസറ്റ്സ് സേഫ് ഗാർഡിങ്, അസറ്റുകൾ എന്താണ് സേഫ് ഗാർഡ് ചെയ്യുക. ആൻഡ് കംപ്ലയൻസ് വിത്ത് അപ്ലിക്കബിൾ ലോസ് ആൻഡ് റെഗുലേഷൻസ്. ഇത്രയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം സാധനം തന്നെയാണ്. ഇത്രയാണ് ഒബ്ജക്റ്റീവ്സ് വരുന്നത്. അതും SA 315 അത് തന്നെയാണ് ഡിസ്കസും ചെയ്യുന്നത് ഇൻറ്റേർണൽ കൺട്രോളിനെ കുറിച്ചിട്ട്. Financial statement compliance. So, to determine if financial statement present true and fair view. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആൻഡ് ഫെയർ വ്യൂ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഡിറ്റർമൈൻ ചെയ്യണമെങ്കിൽ they must be benchmarked and checked for compliance with established framework. അപ്പോൾ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആണോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്ത് നോക്കണം? ഫസ്റ്റ് നമ്മളെന്താണ്, നമ്മളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രോപ്പറായ രീതിയിലാണോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് ബെഞ്ച് മാർക്ക് ചെയ്യണം. എന്ന് വെച്ചാൽ മറ്റുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫ്രെയിംവർക്കും അതേമാതിരി തന്നെ റൂൾസും പ്രകാരമാണോ നമ്മളിത് ഉണ്ടാക്കിയതുള്ള കാര്യം. അതേമാതിരി തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഫ്രെയിംവർക്ക്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആയിക്കോട്ടെ, കമ്പനീസ് ആക്ട് ആയിക്കോട്ടെ, അങ്ങനെയുള്ള എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഫ്രെയിംവർക്ക് ചെക്ക് ചെയ്തിട്ടുണ്ടോ, അതിൻ്റെ കംപ്ലയൻസ്, ചെക്ക്ഡ് ഫോർ കംപ്ലയൻസ്, കംപ്ലൈ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. ഓക്കെ. The accounting standards as specified under the Companies Act 2013 are key criteria for the preparation and presentation of these statement. അപ്പോൾ നമ്മൾ കമ്പനീസ് ആക്ട്, ഒരു കമ്പനിയാണെങ്കിൽ കമ്പനീസ് ആക്ട് 2013 സ്പെസിഫൈ ചെയ്യുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്? ICA ആണ്. പക്ഷേ ആ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് കമ്പനീസ് ആക്ടിൽ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് എന്ത്, ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പറേഷനും പ്രസൻറ്റേഷനും ക്രൈറ്റീരിയ ആയിട്ട് വരുന്ന ഘടകം. Auditors evaluate if financial statements accurately reflect the state of affairs എന്ന് വെച്ചാൽ ബാലൻസ് ഷീറ്റും ആൻഡ് റിസൾട്ട്സ് ഓഫ് ഓപ്പറേഷൻ എന്ന് വെച്ചാൽ P&L-ഉം ഡ്യൂറിങ് ദ ഓഡിറ്റ് കണ്ടക്റ്റഡ് അണ്ടർ ദ ആക്ട്. അപ്പോൾ നമ്മളെന്താണ്, നമ്മളുടെ ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്ന എമൗണ്ടുകൾ കറക്റ്റായിട്ട് നമ്മളുടെ ഫിനാൻഷ്യൽ പൊസിഷൻ ആണോ എന്ന് വെച്ചാൽ നമ്മുടെ ക്ലയൻറ്റിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ ആണോ എന്നും, അതേമാതിരി തന്നെ P&L കാണിക്കുന്ന റിസൾട്ട് കമ്പനീൻ്റെ കറക്റ്റായിട്ടുള്ള ഫിനാൻഷ്യൽ റിസൾട്ട് ആണോ എന്നുള്ള കാര്യം ഓഡിറ്റർ എന്ത് ചെയ്യണം? ഓഡിറ്റർ ഇവാലുവേറ്റ് ചെയ്യേണ്ട കാര്യമാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ആക്യുറസി ചെക്ക് ചെയ്യുമ്പോൾ. ഓക്കെ. Auditor's understanding of control environment. The auditor must obtain understanding of the control environment to assess management's attitude, awareness and actions regarding internal control. അപ്പോൾ എന്താ അവിടെ പറയുന്നതെന്ന് വെച്ചാൽ, ഓഡിറ്റർ ഒരു ഫേമിൽ ഓഡിറ്റ് ചെയ്യാൻ പോകുമ്പോൾ അയാൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റിസ്ക് അസസ്മെൻ്റ് ആണ് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം. റിസ്ക് അസസ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ മാനേജ്മെൻറ്റിൻ്റെ ആറ്റിറ്റ്യൂഡ്, ഇപ്പം നമ്മൾ ഈ സ്ഥാപനത്തിലേക്ക് കയറി ചെല്ലുകയാണ്. അപ്പോൾ കയറി ചെല്ലുന്ന സമയത്ത് നമ്മൾ കണ്ടു ഒരു സ്റ്റാഫ് എന്താണ്, അവിടെ ഒരു പഞ്ചിങ് മെഷീൻ ഉണ്ട്. പക്ഷേ ആ സ്റ്റാഫ് ആ പഞ്ചിങ് മെഷീനിൽ പ്രസ് ചെയ്യാണ്ടാണ് ഉള്ളോട്ട് കയറിപ്പോകുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ സെക്യൂരിറ്റിയോട് ചോദിച്ചു, എന്താണ് ഇവിടെ പഞ്ചിങ് മെഷീൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ലേ എന്നുള്ള കാര്യം ചോദിച്ചു. അയാൾ പറഞ്ഞു പഞ്ചിങ് മെഷീൻ വർക്ക് ചെയ്യുന്നില്ല, ഇവിടെ നമ്മൾ മാനുവലി ആയിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത് സ്റ്റാഫിൻ്റെ ഇന്നും ഔട്ടും, അങ്ങനെ ആൾ പറഞ്ഞു. സോ ഈ ഒരു സാധനം ആ ഒരു കമ്പനിയിൽ വെച്ചിട്ട് പോലും അത് പ്രോപ്പറായിട്ട് അവരെന്ത് ചെയ്യുന്നില്ല, അത് മോണിറ്ററും ചെയ്യുന്നില്ല, അത് യാതൊരു തരത്തിലും യൂസ് ചെയ്യുന്നില്ല. സോ മാനേജ്മെൻറ്റിൻ്റെ ആറ്റിറ്റ്യൂഡ്,
കൺട്രോൾ എൻവിറോൺമെൻറ്റിനെ കുറിച്ചിട്ടുള്ള എന്ന് വെച്ചാൽ ആ കൺട്രോൾ അത്രമാത്രം ഈ ഒരു സാധനം എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ഓഡിറ്റർ ചെക്ക് ചെയ്യണം കൺട്രോൾ എൻവിറോൺമെൻറ്റിലൂടെ. ദെൻ അവെയർനെസ്, അതേമാതിരി തന്നെ ഇത് പ്രോപ്പർ അല്ല എന്ന് വെച്ചാൽ ഈ സ്റ്റാഫ് ഇന്നും ഔട്ടും ചെയ്തത് പ്രോപ്പർ അല്ലെങ്കിൽ അവിടെയും ബിസിനസ്സിന് പല പല റിസ്ക്കുകളും വരുന്നുണ്ട്, കൺട്രോൾ റിസ്ക്കും വരുന്നുണ്ട്. സോ അവെയർനെസ് ഉണ്ടോ, മാനേജ്മെൻറ്റ് ഇതിനെക്കുറിച്ച് അവെയർനെസ് ഉണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അതേമാതിരി തന്നെ ഇത് വർക്ക് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഇത് കേടായി പോയതാണെന്ന് വെക്കുക. കേടായി പോയതാണെങ്കിൽ അത് ഇപ്പോഴും സ്റ്റിൽ റീപ്ലേസ് ചെയ്യാൻ അവിടെ തന്നെ വെക്കുകയാണ്. സോ അതിന് തക്കതായുള്ള യാതൊരു ആക്ഷൻസും ഈ ഒരു കൺട്രോൾ ഒന്നുകൂടി റെഡിയാക്കാനുള്ള യാതൊരു ആക്ഷൻസും മാനേജ്മെൻറ്റ് എടുക്കുന്നില്ല. സോ അങ്ങനെയുള്ള ആക്ഷൻസ് മാനേജ്മെൻറ്റ് എടുക്കുന്നുണ്ടോ? സോ ഈ 3 കാര്യത്തിൻ്റെയും ബേസിൽ മാനേജ്മെൻറ്റിൻ്റെ ആറ്റിറ്റ്യൂഡ്, അവെയർനെസ് ആൻഡ് ആക്ഷൻ, ഇതിൻ്റെ 3ൻ്റെയും ബേസിൽ എന്ത് ചെയ്യണം? ഓഡിറ്റർ കൺട്രോൾ എൻവിറോൺമെൻറ്റ് എന്ന് വെച്ചാൽ എങ്ങനെയാണ് ആ ഒരു ഓർഗനൈസേഷനിൽ കൺട്രോൾസ് ഉള്ളത് എന്നുള്ള കാര്യം ഓഡിറ്റർ മനസ്സിലാക്കണം റിഗാർഡിങ് ഇൻറ്റേർണൽ കൺട്രോൾ. സോ ഈ മാനേജ്മെൻറ്റിൻ്റെ ആറ്റിറ്റ്യൂഡ്, അവെയർനെസ്, ആക്ഷൻസ് റിഗാർഡിങ് ഇൻറ്റേർണൽ കൺട്രോൾ ചെക്ക് ചെയ്തിട്ട് വേണം കൺട്രോൾ എൻവിറോൺമെൻറ്റിനെ കുറിച്ചിട്ട് ഓഡിറ്റർ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. This understanding aids in making preliminary assessment of the adequacy of accounting and internal control system, which is crucial for the preparing financial statements and determining the nature, timing and extent of audit procedures. അപ്പോൾ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഈ ഒരു കൺട്രോൾ എൻവിറോൺമെൻറ്റിനെ കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ എന്തിനെ സഹായിക്കും? ഒരു പ്രിലിമിനറി അസസ്മെൻറ്റ് നടത്താൻ സഹായിക്കും. ഇതിനെക്കുറിച്ചിട്ട് അക്കൗണ്ടിങ്ങും അതേമാതിരി തന്നെ ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ആഡിക്വസിനെ കുറിച്ചുള്ളൊരു അസസ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മളിത് കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും, ആഡിക്വേറ്റ് അല്ല, പ്രോപ്പറായിട്ടല്ല ഇൻറ്റേർണൽ കൺട്രോൾസ് മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് മനസ്സിലായി. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് എന്തിനൊക്കെ സഹായിക്കും? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ, മാനേജ്മെൻറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോഴും അത് ക്രൂഷ്യലാണ്. അതേമാതിരി തന്നെ നമ്മളുടെ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്, ഓഡിറ്ററിൻ്റെ പ്രൊസീജിയേഴ്സിൻ്റെ നേച്ചർ, ടൈമിംഗ് ആൻഡ് എക്സ്റ്റെൻറ്റ് ഡിറ്റർമൈൻ ചെയ്യുമ്പോഴും ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമ്മളെ ഹെൽപ്പ് ചെയ്യും, ഓഡിറ്ററിനെ ഹെൽപ്പ് ചെയ്യും. Development of audit plan. The overall audit plan does not typically require thorough understanding of control procedures for every financial statement accessions in each account balance and transaction class. നമ്മൾ ഇതിൻ്റെ രണ്ടാമത്തെ പാർട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ റിസ്ക് ബേസ്ഡ് ഓഡിറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേജർ റിസ്ക് ഏരിയാസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞത്. The overall audit plan does not typically require thorough understanding of control procedures for every financial statement accession. എല്ലാ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അസെഷനും വേണ്ട? തറവായിട്ടുള്ള ഓഡിറ്റ് കൺട്രോൾ പ്രൊസീജിയേഴ്സ് വേണ്ട, നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ആ ഇമ്പോർട്ടൻ്റ് ഏരിയാസ് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിൽ മാത്രമാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. സോ ഇൻ ഈച്ച് അക്കൗണ്ട് ബാലൻസ് ആൻഡ് ട്രാൻസാക്ഷൻ ക്ലാസ് എന്നുവെച്ചാൽ ഓരോ ജേർണൽ എൻട്രിയും അതേമാതിരി തന്നെ എല്ലാ ലെഡ്ജേഴ്സും നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് നമ്മൾ മനസ്സിലാക്കിയിട്ട് അവിടെ മാത്രം ചെക്ക് ചെയ്താൽ മതിയെന്ന്. ദ ഓഡിറ്റേഴ്സ് ജഡ്ജ്മെൻറ്റ് ഓൺ വാട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് സഫിഷ്യൻറ്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ഡിഗ്രി ഓഫ് റിസ്ക് ഓഫ് മിസ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഡിഗ്രി ഓഫ് റിസ്ക് ഓഫ് മിസ്റ്റേറ്റ്മെൻറ്റിൻ്റെ ബേസിലാണ് എന്താണ് സഫിഷ്യൻറ്റ്, എന്താണ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഓഡിറ്റ് എവിഡൻസ് എന്നുള്ള കാര്യം ഓഡിറ്റർ മനസ്സിലാക്കുക. ഓക്കെ, ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് എന്ന് വെച്ചാൽ നമ്മൾ ഇൻറ്റേർണൽ കൺട്രോൾസ് ചെക്ക് ചെയ്യുന്നതിനാണ് ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് എന്ന് പറയാം. ദ ഓഡിറ്റർ ഷുഡ് ഒബ്റ്റെയിൻ ഓഡിറ്റ് എവിഡൻസ് ത്രൂ ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് ടു സപ്പോർട്ട് എനി അസസ്മെൻറ്റ് ഓഫ് കൺട്രോൾ റിസ്ക് ദാറ്റ് ഈസ് ലെസ് ദാൻ ഹൈ. അപ്പോൾ കൺട്രോൾ റിസ്ക് നമ്മൾ അസസ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ കൺട്രോൾ റിസ്ക് പ്രോപ്പറാണോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യാൻ ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഓഡിറ്റ് എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യുക. ഓക്കെ, ലെസ് ദാൻ ഹൈ എന്ന് വെച്ചാൽ കുറവാണ്, മോഡറേറ്റ് ആണ് എന്നുള്ളൊരു അസസ്മെൻറ്റ്, അത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മളൊരു കൺട്രോൾ റിസ്ക് അസസ് ചെയ്യുമ്പോൾ കൺട്രോൾസ് എഫക്റ്റീവാണ്, ലെസ് ദാൻ ഹൈ കൂടുതലല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ നമ്മൾ ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് യൂസ് ചെയ്തിട്ടാണ് അതിന് വേണ്ടിയിട്ടുള്ള ഓഡിറ്റ് എവിഡൻസ് ഒരു ഓഡിറ്റർ ഒബ്റ്റെയിൻ ചെയ്യുക. ദ ലോവർ ദ അസസ്മെൻറ്റ് ഓഫ് കൺട്രോൾ റിസ്ക് ദ മോർ എവിഡൻസ് ദ ഓഡിറ്റർ മസ്റ്റ് ഗ്യാദർ ടു കൺഫേം ദാറ്റ് ദ അക്കൗണ്ടിങ് ആൻഡ് ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റംസ് ആർ സ്യൂട്ടബിളി ഡിസൈൻഡ് ആൻഡ് ഓപ്പറേറ്റിംഗ് എഫക്റ്റീവ്ലി. ഓക്കെ, ഇവിടെ എന്താ പറഞ്ഞു വെച്ചാൽ ദ ലോവർ ദ അസസ്മെൻറ്റ് കൺട്രോൾ റിസ്ക്. അപ്പോൾ നമ്മൾ ഒരു കൺട്രോൾ അസസ് ചെയ്തിട്ട് അതിൻ്റെ റിസ്ക് ലോവർ ആണെന്ന് മനസ്സിലാക്കി.
ഈ ഒരു സിറ്റുവേഷനിൽ ഓഡിറ്റർ എന്ത് ചെയ്യണം? ഓഡിറ്റർ കൂടുതൽ എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യണം. എന്തിനെന്ന് വെച്ചാൽ ഈ ഒരു ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം അല്ലെങ്കിൽ ഈ ഒരു അക്കൗണ്ടിങ് സിസ്റ്റം എന്താണ്, നമ്മളുടെ ഓപ്പറേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു ഫംഗ്ഷന് എന്താണ് കറക്റ്റായ രീതിയിലാണോ, എഫക്റ്റീവായിട്ട് സ്യൂട്ടബിളായ രീതിയിലാണോ അത് ഡിസൈനും ഓപ്പറേറ്റും ചെയ്യുന്നത് എന്നുള്ള കാര്യം എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ പ്രീവിയസ് പാർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പ്രീവിയസ് സ്ലൈഡ് എടുക്കാം. ഓക്കെ, നമ്മൾ ലാസ്റ്റ് സ്ലൈഡാണിത്, സെക്കൻഡ് പാർട്ട് നമ്മൾ യൂസ് ചെയ്ത സ്ലൈഡാണിത്. അപ്പോൾ ഇതിൽ എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എക്സിസ്റ്റൻസ് ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾസ് ദാറ്റ് കുഡ് റെഡ്യൂസ് ദ നീഡ് ഫോർ അതർ പ്രൊസീജിയേഴ്സ്. അപ്പോൾ നമ്മൾ റിസ്കിന് റെസ്പോണ്ട് ചെയ്യുന്ന രീതിയിൽ പറഞ്ഞതായിരുന്നു. നമ്മൾ എന്ത് ചെക്ക് ചെയ്യണം? നമ്മൾ ഓഡിറ്റർ എന്താണ് ഫർദർ പ്രൊസീജിയേഴ്സ് ചെക്ക് ചെയ്യുന്ന സമയത്ത് കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇൻറ്റേർണൽ കൺട്രോൾസ് പ്രോപ്പറായ രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ. അങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മളുടെ ഫർദർ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് അവിടെ ആ ഒരു ഏരിയയിൽ ഇൻറ്റേർണൽ കൺട്രോൾസ് പ്രോപ്പറായി വർക്ക് ചെയ്യുന്ന ഏരിയയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു കാര്യം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞത് ഇത് ലോവർ ദ അസസ്മെൻറ്റ് കൺട്രോൾ റിസ്ക്. അപ്പോൾ നമ്മൾ കൺട്രോൾ റിസ്ക് കുറവാണെങ്കിൽ, ലോവർ ആണെങ്കിൽ നമ്മൾ എന്താണ് കൂടുതൽ എവിഡൻസ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യണം. എന്തിനെന്ന് വെച്ചാൽ ഈ ഒരു ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം സ്യൂട്ടബിൾ ആണോ, ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് സ്യൂട്ടബിൾ ആണോ എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? നമ്മളുടെ ഫർദർ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് നമുക്ക് ഇവിടെ കുറച്ച് മാത്രം പെർഫോം ചെയ്താൽ മതി. ഓക്കെ, ദിസ് ഇൻവോൾവ്സ് കൺസിഡറിങ് ഹൗ കൺട്രോൾസ് വർ അപ്ലൈഡ് ആൻഡ് കൺസിസ്റ്റൻസി ഓഫ് ദെയർ അപ്ലിക്കേഷൻസ് ഡ്യൂറിങ് ദ പീരീഡ് ആൻഡ് പേഴ്സണൽ ഇൻവോൾവ് ഇൻ ദെയർ അപ്ലിക്കേഷൻ. അപ്പോൾ നമ്മൾ ഇതൊക്കെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് വെച്ചാൽ എങ്ങനെയാണോ കൺട്രോൾ അപ്ലൈ ചെയ്തിട്ടുള്ളത് പ്രോപ്പർ രീതിയിലാണോ. ദെൻ കൺസിസ്റ്റൻസി ഓഫ് ദെയർ അപ്ലിക്കേഷൻ, കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ ഒരു ഓഡിറ്റ് പീരീഡിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ ഒരു കൺട്രോൾ ഉണ്ടോ എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് ആ ഒരു പഞ്ചിങ് മെഷീൻ കേടായിട്ട് കുറേ ദിവസമായി, പക്ഷേ നമ്മൾ ആ ഒരു മാനേജ്മെൻറ്റ് ഇതുവരെ മാറ്റിയിട്ടില്ല. സോ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ ഒരു കൺട്രോൾ അവിടെ ഉണ്ടോ എന്നുള്ള കാര്യം ഓഡിറ്റർ നോക്കണം. അതേമാതിരി തന്നെ പേഴ്സണൽ ഇൻവോൾവ് ഇൻ ദർ അപ്ലിക്കേഷൻ, ആരാണ് അതിന് ആ ഒരു കൺട്രോളിന് എന്താ പറയുക റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സണൽ. ഈ കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് നോക്കേണ്ടത്? ഒരു ഇൻറ്റേർണൽ കൺട്രോൾ സ്യൂട്ടബിൾ ആണോ എന്നുള്ള കാര്യം നമ്മൾ നോക്കേണ്ടത്. Deviations in controls. Recognizing that some deviations may occur is vital. ചില ഡീവിയേഷൻസ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു കൺട്രോൾ, നമ്മളൊരു എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവും, ഇന്ന കാര്യങ്ങളാണ് കൺട്രോൾ ചെയ്യുക എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പഞ്ചിങ് മെഷീൻ തന്നെ വെച്ചു, പഞ്ചിങ് മെഷീൻ വർക്ക് ചെയ്യുന്നുണ്ട് പ്രോപ്പറായിട്ട്, പക്ഷേ ചില വ്യക്തികളുടെ റെക്കോർഡ്സ് അതിൽ വരുന്നില്ല. സോ അങ്ങനത്തെ ഒരു ഡീവിയേഷൻ നമ്മളെന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? എല്ലാ റെക്കോർഡ്സും അതിൽ പ്രോപ്പറായിട്ട് വരണം നമ്മളെ രീതിയിലാണ് നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്, പക്ഷേ അത് വരുന്നില്ല. സോ അങ്ങനത്തെ ഒരു ഡീവിയേഷൻസ് എന്താണ്? അത് വൈറ്റലായിരിക്കും. ചില ഡീവിയേഷൻസ് വൈറ്റലാണ്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയുള്ള ഡീവിയേഷൻസ് ആയിരിക്കും. സച്ച് ഡീവിയേഷൻസ് കുഡ് ഒക്യൂർ ഫ്രം ചേഞ്ചസ് ഇൻ കീ പേഴ്സണൽ, സിഗ്നിഫിക്കൻറ്റ് സീസണൽ ഫ്ലക്ച്വേഷൻസ് ഇൻ ട്രാൻസാക്ഷൻസ് വോളിയം ഓർ ഹ്യൂമൻ എറർ. അപ്പോൾ ഈ ഒരു ഡീവിയേഷൻസ് എങ്ങനെയൊക്കെയാണ് വരാൻ ചാൻസ് ഉള്ളത്? ചേഞ്ചസ് ഇൻ കീ പേഴ്സണൽ, ഈ ഒരു ഇൻറ്റേർണൽ കൺട്രോൾ നോക്കുന്ന ആളെന്താണ് മാറി, അയാളല്ല ഇപ്പോൾ പഴയ ആളല്ല, പുതിയ ആൾ വന്നു, അയാൾ അത്ര എഫിഷ്യൻ്റ് അല്ല, അതുകൊണ്ട് തന്നെ പഴയ രീതിയിലുള്ള റിസൾട്ട് നമുക്ക് കിട്ടുന്നില്ല. സിഗ്നിഫിക്കൻറ്റ് സീസണൽ ഫ്ലക്ച്വേഷൻസ് ഇൻ ട്രാൻസാക്ഷൻ വോളിയം, അപ്പോൾ ട്രാൻസാക്ഷൻസ് വളരെ കൂടിയപ്പം അത് ചെക്ക് ചെയ്യാനുള്ള കൺട്രോൾസിന് എന്ത് പറ്റുന്നില്ല, അത് പ്രോപ്പറായ രീതിയിൽ ചെക്ക് ചെയ്യാൻ പറ്റുന്നില്ല. സോ അവിടെയും ഡീവിയേഷൻസ് വരാം. ദെൻ ഹ്യൂമൻ എറർ, ചിലപ്പോൾ ഹ്യൂമൻ എറർ കാരണം ഈ ഒരു ഡീവിയേഷൻസ് വരാം. The auditor must inquire specifically about these deviations, particularly regarding the timing of staff changes in key internal control functions, and ensure that test of controls cover periods of changes or fluctuations. അപ്പോൾ ഓഡിറ്റർ എന്ത് ചെയ്യണം? ഓഡിറ്റർ ഈ ഒരു ഡീവിയേഷൻസ് സ്പെസിഫിക് ആയിട്ട് ഇൻക്വയർ ചെയ്യണം. മെയിനായിട്ട് ഓഡിറ്റർ ടൈമിംഗ് ഓഫ് സ്റ്റാഫ് ചേഞ്ച്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഒരു ഡീവിയേഷൻ, ഇൻറ്റേർണൽ കൺട്രോൾസിന് ഡീവിയേഷൻ വരാൻ ചാൻസ് ഉള്ളത് ഒന്ന് വെച്ചാൽ കീ പേഴ്സണൽ ചേഞ്ചസ് ആണ്. നമ്മൾ ഒരു മെയിൻ പോയിന്റിൽ എന്ന് വെച്ചാൽ ഒരു ഇയർ എൻഡ് ആയിക്കോട്ടെ, ഫിനാൻഷ്യൽ ഇയർ എൻഡിൽ ഒരു സ്റ്റാഫ് മെയിൻ ആയിട്ടുള്ള അക്കൗണ്ടൻറ്റ് എന്ത് ചെയ്തു? മെയിൻ അക്കൗണ്ടൻറ്റ് അവിടുന്ന് പോയി, അയാൾ റിസിഗ്നേഷൻ വാങ്ങിയിട്ട് പോയി. മാർച്ചിൽ പുതിയ ഒരാളാണ് വന്നിട്ടുള്ളത്. ഒരുപാട് ട്രാൻസാക്ഷൻസും കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരു പീരീഡാണ് മാർച്ച്. സോ ആ ഒരു ടൈമിൽ ഇങ്ങനെ ഒരു കീ പേഴ്സണലിൽ മാറ്റം വരുമ്പോൾ ഓഡിറ്റർ എന്ത് ചെയ്യണം? ആ ഒരു ഏരിയാസ് ഓഡിറ്റർ വളരെ ക്രൂഷ്യലായിട്ട് വേണം ചെക്ക് ചെയ്യാൻ. സോ അതാണ് പറഞ്ഞത്, പെർട്ടിക്കുലർലി ഓഡിറ്റർ എന്ത് ചെയ്യണം? ഇതിനെക്കുറിച്ച് ഇൻക്വയറി നടത്തണം. പെർട്ടിക്കുലർലി റിഗാർഡിംഗ് ദ ടൈമിംഗ് ഓഫ് സ്റ്റാഫ് ചേഞ്ച്. ഈ ഒരു സ്റ്റാഫ് ചേഞ്ച് നടക്കുന്ന ടൈം എപ്പോഴാണ്? ഒരു പ്രോപ്പറായ രീതിയിൽ ഒരു പുതിയ വന്ന ഒരാൾക്ക്
പ്രോപ്പറായ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നൊരു സമയമാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാത്ത സമയമാണെങ്കിൽ എന്ത് ചെയ്യണം, ഓഡിറ്റർ അവിടെ കൂടുതൽ ഫോക്കസ് കൊടുക്കണം ഇൻ കീ ഇൻറ്റേർണൽ കൺട്രോൾ ഫങ്ഷൻസ് ആൻഡ് എൻഷുർ ദാറ്റ് ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് കവർ പീരീഡ് ഓഫ് ചേഞ്ച് ഓർ ഫ്ലക്ച്വേഷൻ. അപ്പോൾ ഈ ഒരു ചേഞ്ചോ ഫ്ലക്ച്വേഷൻസോ നടന്ന പീരീഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് നമ്മൾ നടത്തിയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഫർദർ ആയിട്ടുള്ള ഓഡിറ്റ് എവിഡൻസ് നമുക്ക് കിട്ടുള്ളൂ റിഗാർഡിംഗ് ദ ഡീവിയേഷൻ ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ. Evaluation of internal controls. Based on the results of test of controls, the auditor evaluates whether the internal controls are designed and functioning as initially assessed. അപ്പോൾ ടെസ്റ്റ് ഓഫ് നമ്മൾ ആദ്യം എന്ത് ചെയ്തു, നമ്മൾ ആദ്യം കൺട്രോൾ എൻവിറോൺമെൻറ്റ് നമ്മൾ മനസ്സിലാക്കി. എങ്ങനെ മാനേജ്മെൻറ്റിൻ്റെ ആറ്റിറ്റ്യൂഡും ബിഹേവിയറും അവയർനെസ്സൊക്കെ വെച്ചിട്ട് നമ്മൾ എന്താണ് കൺട്രോൾ എൻവിറോൺമെൻറ്റിനെ കുറിച്ച് നമ്മളൊരു ഫസ്റ്റ് ഒരു ഇനീഷ്യൽ അസസ്മെൻറ്റ് നമ്മൾ നടത്തി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ടെസ്റ്റ് ഓഫ് കൺട്രോൾ നടത്തി. അതിൻ്റെ റിസൾട്ട് ഓഡിറ്റർ ഇവാലുവേറ്റ് ചെയ്തിട്ട് ഓഡിറ്റർ എന്ത് മനസ്സിലാക്കണം, ഇനീഷ്യലി ഉണ്ടായിരുന്ന ആ അസസ്മെൻറ്റിൽ നിന്നും എന്തെങ്കിലും ഫ്ലക്ച്വേഷൻസോ മാറ്റങ്ങളോ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം ഓഡിറ്റർ മനസ്സിലാക്കണം. സോ ഇവാലുവേറ്റ് വെദർ ദ ഇൻറ്റേർണൽ കൺട്രോൾസ് ആർ ഡിസൈൻഡ് ആൻഡ് ഫങ്ഷനിങ് ആസ് ഇനീഷ്യലി അസസ്ഡ്. ഇഫ് ഡീവിയേഷൻസ് ആർ ഫൗണ്ട്, ദ ഓഡിറ്റർ മേ നീഡ് ടു റിവൈസ് ദ അസസ്ഡ് ലെവൽ ഓഫ് കൺട്രോൾ റിസ്ക്. അപ്പോൾ എന്തെങ്കിലും ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ അതെന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ക്രൂഷ്യലായിട്ടുള്ള ഒരു ഡീവിയേഷൻ ആണെങ്കിൽ ഓഡിറ്റർ എന്ത് ചെയ്യണം, കൺട്രോൾ റിസ്കിനെ കുറിച്ചുള്ള അസസ്മെൻറ്റ് ലെവൽ ഓഡിറ്റർ റിവൈസ് ചെയ്യണം. എന്ന് വെച്ചാൽ കൂടുതൽ മിസ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ കൺട്രോൾ റിസ്ക് വരാനുള്ള ചാൻസ് കൂടുതലാണെന്നുള്ള രീതിയിലൊരു റിവിഷൻ ഓഡിറ്റർ നടത്തണം, അല്ലെങ്കിൽ കുറവാണെന്നുള്ള റിവിഷൻ നടത്താം. ലീഡിങ് ടു മോഡിഫിക്കേഷൻ ഇൻ ദ നേച്ചർ, ടൈമിംഗ് ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് പ്ലാൻഡ് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയർ. അപ്പോൾ ഈ ഒരു ടെസ്റ്റ് ഓഫ് കൺട്രോൾ നടത്തി നമുക്ക് എന്ത് മനസ്സിലായി, കൺട്രോൾ റിസ്ക് കൂടുതലാണ് എന്ന് വെച്ചാൽ ഇൻറ്റേർണൽ കൺട്രോൾ നമുക്ക് കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കൂടുതൽ റിലൈ ചെയ്യാൻ പറ്റില്ല, നമുക്ക് കൂടുതൽ അതിനെ നമുക്ക് എന്താണ് അതിനെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഓഡിറ്റ് പ്രൊസീജിയർ നടത്താൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയറിൻ്റെ നേച്ചറും ടൈമിങ്ങും എക്സ്റ്റെൻറ്റും നമ്മൾ മാറ്റിയിട്ട് അത് മോഡിഫൈ ചെയ്തിട്ട് വേണം നമ്മൾ ഫർദർ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് നമ്മൾ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. Obtaining audit evidence. The auditor may obtain evidence about the proper segregation of duties by observing individuals who apply control procedures or through inquiries with the appropriate person. അപ്പോൾ ഓഡിറ്റർ എന്ത് ഒബ്റ്റെയിൻ ചെയ്യണം, ഓഡിറ്റർ എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യണം എന്തിനെ കുറിച്ചിട്ട്, ഡ്യൂട്ടീസ്, നമ്മൾ ഒരു സ്റ്റാഫുകൾക്ക് കൊടുക്കുന്ന ഡ്യൂട്ടീസ് എന്താണ്, ഓരോരുത്തർക്കും എങ്ങനെയാണോ ഓരോ ഡ്യൂട്ടീസും വേറെ വേറെ കൊടുക്കുന്നതിലുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്തിട്ട് വേണം. അത് ചെക്ക് ചെയ്യാൻ വേണ്ടി ഓഡിറ്റർ എന്ത് ചെയ്യണം, ഓഡിറ്റ് എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യണം. ഈ ഓഡിറ്റ് എവിഡൻസ് എന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മൾ ഇന്ത്യയിൽ തന്നെ പഠിച്ചിട്ടുണ്ട്, നമ്മളെന്താണ് ഒരു ഫിക്സഡ് അസറ്റ് ഉണ്ട്, അതിൻ്റെ റെക്കോർഡ്സ് കീപ്പ് ചെയ്യലും ഇത് രണ്ടും കൂടി ഒരാൾക്കാണെങ്കിൽ അയാൾക്ക് ഈ ഒരു മാനിപ്പുലേഷൻ, ഒരു ഫ്രോഡ് കമ്മിറ്റ് ചെയ്യാൻ, മിസ്അപ്രോപ്രിയേഷൻ ഓഫ് അസറ്റ്, ഒരു ടൈപ്പ് ഓഫ് ഫ്രോഡ് അത് കമ്മിറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യണം, ഈ രണ്ട് ഡ്യൂട്ടീസ് നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്തിട്ട് വേറൊരാൾക്ക് കൊടുക്കണം. ഇങ്ങനെ കൊടുക്കുന്നുണ്ടോ, ഇതും ഒരു കൺട്രോൾ എൻവിറോൺമെൻ്റ് ആണ്. നമ്മൾ ഈ ഒരു സാധനം ഈ രണ്ടും കൂടി ഒരാൾക്ക് കൊടുക്കുന്നതാണെങ്കിൽ അവിടെ എന്താണ് കൺട്രോൾ റിസ്ക് വരാൻ വളരെ കൂടുതലാണ്. അപ്പോൾ ഇയാൾ ഒരു മാനിപ്പുലേഷൻ നടത്താനുള്ള ചാൻസ്, അയാൾക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് മാനിപ്പുലേഷൻ നടത്താൻ. അപ്പോൾ അങ്ങനത്തെ ഒരു കൺട്രോൾ എൻവിറോൺമെൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഓഡിറ്റർ എന്ത് ചെയ്യണം, ഈ സെഗ്രിഗേഷൻസ് ഓഫ് ഡ്യൂട്ടീസ് ഓഡിറ്റർ ചെക്ക് ചെയ്യണം, അതിന് എവിഡൻസ് ഓഡിറ്റർ ഒബ്റ്റെയിൻ ചെയ്യണം. ഇതിനെങ്ങനെയാണ് ഓഡിറ്റർ എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യുന്നത് വെച്ചാൽ, ഒന്നുകിൽ ഒബ്സർവിങ് ഇൻഡിവിജ്വൽസ് ഹു അപ്ലൈ കൺട്രോൾ പ്രൊസീജിയേഴ്സ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒബ്സർവ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു സ്ഥാപനത്തിലേക്ക് കയറി ചെന്നു, അപ്പോൾ നോക്കുമ്പോൾ ഇയാളാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചോദിച്ചു, നിങ്ങൾ തന്നെയാണ് ഇതിൻ്റെ റെക്കോർഡും കീപ്പ് ചെയ്യുന്നത് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു എന്ത്, അല്ല വേറെ ആളാണ് റെക്കോർഡ് കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ അയാളാണ് ആ റെക്കോർഡിനെ കുറിച്ചിട്ട് ആ ഒരു അസറ്റിനെ കുറിച്ചിട്ട് ചെയ്യുന്നത്, അയാൾ വേറെ ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. സോ എന്താണ്, അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, നമ്മൾ ഇൻഡിവിജ്വൽസിനെ ഒബ്സർവ് ചെയ്യുമ്പോൾ എന്ത് മനസ്സിലായി, ഡ്യൂട്ടീസ് സെഗ്രിഗേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി. ദെൻ ഓർ ത്രൂ ഇൻക്വയറീസ് വിത്ത് അപ്രോപ്രിയേറ്റ് പേഴ്സൺ, അല്ലെങ്കിൽ എന്താണ് നമ്മൾ അപ്രോപ്രിയേറ്റ് ആളെടുത്ത് പോയി ചോദിക്കുക ഈ ഒരു സെഗ്രിഗേഷൻ്റെ കാര്യം. നമ്മൾ ഇൻക്വയറി നടത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓഡിറ്റ് എവിഡൻസ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഓഡിറ്റ് എവിഡൻസ് ഒബ്റ്റെയിനിങ് ത്രൂ ടെസ്റ്റ് ഓഫ് കൺട്രോൾ സച്ച് ആസ് ഒബ്സർവിങ് പെർട്ടൈൻസ് ഓൺലി ടു ദ ടൈം വെൻ ദ പ്രൊസീജിയേഴ്സ് വാസ് അപ്ലൈഡ്. അപ്പം നമ്മളൊരു ഒരു ഇൻറ്റേർണൽ കൺട്രോൾ, ഒരു ടെസ്റ്റ് ഓഫ് കൺട്രോൾ നമ്മൾ നടത്തുകയാണ്. നമ്മളൊരു സമയത്ത് പോയി, നമ്മളിപ്പോൾ എന്താണ് ഒരു സമയത്ത് പോയി നമ്മളെന്താണ് നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഒരു പഞ്ചിങ് മെഷീൻ ഉണ്ട്. അപ്പോൾ ആൾക്കാർ അതിലാണ് പോവുക. എന്നിട്ട് പഞ്ചിങ് മെഷീൻ എന്താ പറയുക ക്ലിക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മളെന്താണ് അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ
നമ്മൾ ആ സാധനം എന്താണ് നമ്മൾ ഞെക്കി നോക്കിയിട്ട് നമ്മൾ കയറിപ്പോയി, അത് പ്രോപ്പറാണോ രീതിയിൽ നോക്കാൻ വേണ്ടി. ഇതൊക്കെ ഇൻറ്റേർണൽ കൺട്രോളിലാണ് ചെയ്യുക, എന്നാലും ഇൻറ്റേർണൽ ഓഡിറ്റിലാണെന്നൊക്കെ ചെയ്യുക, എന്നാലും ഞാൻ പറയുകയാണ്, ജസ്റ്റ് ഒരു എക്സാമ്പിൾ വേണ്ടി പറയുകയാണ്. അങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്താണ്, ആ സമയത്ത് ഇത് പ്രോപ്പറായ രീതിയിൽ വർക്ക് ചെയ്ത്. പക്ഷേ അതിനർത്ഥം എന്താണ്, ഇത് എല്ലാ സമയത്തും വർക്ക് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. ചിലപ്പോൾ ഇത് കേടായി നിൽക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് വർക്ക് ചെയ്യാം. പക്ഷേ നമ്മൾ പോയ സമയത്ത് എന്താണ് ഇത് വർക്ക് ചെയ്ത്. അതാണ് ഇവിടെ പറയുന്നത്. ഓഡിറ്റ് എവിഡൻസ് ഒബ്റ്റെയിൻഡ് ത്രൂ ടെസ്റ്റ് ഓഫ് കൺട്രോൾ സച്ച് ആസ് ഒബ്സർവേഷൻ. നമ്മൾ ഒബ്സർവേഷനിലൂടെ നമ്മൾ എന്താണ് ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ള ഓഡിറ്റ് എവിഡൻസ് എന്താണ്, അത് ആ ഒരു ടൈം ഓൺലി ടു ദ ടൈം വെൻ ദ പ്രൊസീജിയേഴ്സ് ആർ അപ്ലൈഡ്. നമ്മൾ ആ പ്രൊസീജിയർ അപ്ലൈ ചെയ്ത ടൈമിൽ മാത്രമാണ് എന്ത് ആ ഒരു ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് പ്രോപ്പർ ആണെന്നുള്ളൊരു എവിഡൻസ് നമുക്ക് കിട്ടുന്നുള്ളൂ. അത് എല്ലാ സമയവും ഓക്കെ ആണെന്നുള്ളൊരു എവിഡൻസ് നമുക്ക് ആ ഒരു ഇതിനെക്കൊണ്ട് നമുക്ക് കിട്ടുന്നില്ല. Therefore, the auditor may supplement these procedures with additional test of controls to provide evidence over the period. അപ്പോൾ ഓവർ ദ പീരീഡ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അഡീഷണൽ ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് എന്ത് ചെയ്യണം, ഓഡിറ്റർ പെർഫോം ചെയ്യണം. Internal controls throughout the period. The auditor must consider whether internal controls were in use throughout the period. അപ്പോൾ ത്രൂഔട്ട് ദ പീരീഡിൽ എന്താണ് ഇൻറ്റേർണൽ കൺട്രോൾസ് ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യം ഓഡിറ്റർ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. ഇഫ് ഡിഫറെൻറ്റ് കൺട്രോൾസ് വെർ അപ്ലൈഡ് അറ്റ് വേരിയസ് ടൈംസ് ഈച്ച് മസ്റ്റ് ബി കൺസിഡേർഡ് സെപ്പറേറ്റ്ലി. അപ്പോൾ എന്താണ്, നമ്മൾ ഏപ്രിൽ മുതൽ ജൂൺ വരെ ഒരു കൺട്രോളും അതിനുശേഷം ജൂൺ മുതൽ എന്താണ് മാർച്ച് വരെ വേറെ കൺട്രോളും ആണെങ്കിൽ ഇത് രണ്ടും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. ഒരു ഫംഗ്ഷന് തന്നെ നമ്മളെന്താണ് ആദ്യം ഒരു രീതിയിലുള്ള കൺട്രോൾസ് വെച്ചു, മാനുവൽ ആയിട്ടുള്ള കൺട്രോൾസ് വെച്ചു, അതിനുശേഷം നമ്മളെന്താണ് ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള കൺട്രോൾസ് വെച്ചു. സോ നമ്മളെന്ത് ചെയ്യണം, രണ്ടും കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. എ ബ്രേക്ക് ഡൗൺ ഇൻ ഇൻറ്റേർണൽ കൺട്രോൾസ് ഫോർ എ സ്പെസിഫിക് പീരീഡ് റിക്വയർസ് കെയർഫുൾ കൺസിഡറേഷൻസ് ഓഫ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് അപ്ലിക്കബിൾ ടു ദ ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ് ഡ്യൂറിങ് ദാറ്റ് ടൈം. ഇപ്പോൾ ഒരു ഇൻറ്റേർണൽ കൺട്രോൾ ബ്രേക്ക് ഡൗൺ ആയി, ഇപ്പോൾ നമ്മൾ തന്നെ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഇൻറ്റേർണൽ കൺട്രോൾ ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞാൽ തന്നെ ആ പഞ്ചിങ് മെഷീൻ എന്താണ്, ഒരു മാസം ജൂൺ എന്താണ് ആ പഞ്ചിങ് മെഷീൻ വർക്കേ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ആര് പറഞ്ഞു, സെക്യൂരിറ്റി പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ആ സ്പെസിഫിക് പീരീഡിൽ എങ്ങനെയാണോ ഇവർ ആ ട്രാൻസാക്ഷൻസും ആ ഒരു ഇവൻറ്റും ഇവർ കണ്ടാക്കിയുള്ളത്, ഇവർ എന്താ പറയുക റെക്കോർഡും മോണിറ്ററും ചെയ്തിട്ടുള്ളത് എന്നുള്ളത് എന്താണ് ഓഡിറ്റർ മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ട് ഓഡിറ്റർ സ്പെഷ്യലായിട്ടുള്ള കെയർഫുള്ളായ രീതിയിൽ ആ ഒരു ഏരിയ കൺസിഡർ ചെയ്തിട്ട് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ഓഡിറ്റർ എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യണം. ഇപ്പോൾ ഈ ഒരു ജൂണിൽ എന്താണ് സ്റ്റാഫിന് ഏത് തോന്നിയ സമയത്ത് വേണമെങ്കിലും വന്ന് പോവാം, കാരണം ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ല. സോ ആ സമയത്ത് എന്ത് ചെയ്യണം, അവിടെ ഒരു സെപ്പറേറ്റ് ആളെ വെച്ചിട്ട് ഇവർ മോണിറ്റർ ചെയ്തിട്ടുണ്ടോ സ്റ്റാഫ് വരുന്ന കാര്യം എന്നുള്ള കാര്യം, അങ്ങനത്തെ ഓരോ വേറെ അഡീഷണൽ പ്രൊസീജിയേഴ്സ് ഈ ഒരു ഇൻറ്റേർണൽ കൺട്രോൾ ബ്രേക്ക് ഡൗൺ ആയ സമയത്ത് അഡീഷണൽ പ്രൊസീജിയേഴ്സ് ഇവർ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ഓഡിറ്റർ ചെക്ക് ചെയ്യണം. അതിന് ഓഡിറ്റർ എന്താണ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് വെച്ചിട്ട് വേണം ചെക്ക് ചെയ്യാൻ. ഓക്കെ, സോ അപ്പോൾ അതെന്താണ് റിക്വയർസ് കെയർഫുൾ കൺസിഡറേഷൻസ് ഓഫ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് അപ്ലിക്കബിൾ ടു ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ് ഡ്യൂറിങ് ദാറ്റ് ടൈം. ആ ടൈമിലുള്ള ട്രാൻസാക്ഷൻസും ഇവൻറ്റ്സും അതിന് വേണ്ടിയിട്ട് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എന്താണ് കെയർഫുള്ളായ രീതിയിൽ വേണം ഓഡിറ്റ് എന്താണ് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട്. Nature of internal controls. An internal control system is set of policies and procedures established by management to ensure efficient performance. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് പോളിസീസും പ്രൊസീജിയേഴ്സും ആണ് എന്ത് ഇൻറ്റേർണൽ കൺട്രോൾസ്. അത് ആരാണ് ഉണ്ടാക്കുന്നത്, മാനേജ്മെൻറ്റ്, ദോസ് ചാർജ് വിത്ത് ഗവർണൻസ് ആൻഡ് അതർ പേഴ്സൺസ് ആണ് ഉണ്ടാക്കുക. എന്തിനു വേണ്ടിയിട്ട്, ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അസിസ്റ്റ് ചെയ്യാൻ. സോ ടു എൻഷുർ എഫിഷ്യൻറ്റ് പെർഫോമൻസ്. ഇറ്റ് ഈസ് എ പ്രൈമറിലി റെസ്പോൺസിബിലിറ്റി ഓഫ് ദ മാനേജ്മെൻറ്റ് ടു ക്രിയേറ്റ് and maintain an adequate internal control system that is appropriate for the size and nature of the business entity. അപ്പോൾ ഇത് ഒരു ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റംസ് എന്താണ് ക്രിയേറ്റ് ചെയ്യുന്നതും മെയിൻറ്റെയിൻ ചെയ്യുന്നതും പ്രൈമറി റെസ്പോൺസിബിലിറ്റി ആരതാണ്, മാനേജ്മെൻറ്റിൻ്റെയാണ്. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ഒരു ബിസിനസ്സിൻ്റെ സൈസും അതിൻ്റെ നേച്ചറിനും ആഡിക്വേറ്റ് ആയ രീതിയിൽ വേണം ഈ ഒരു ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം ഇവർ ക്രിയേറ്റും മെയിൻറ്റെയിനും ചെയ്യാൻ. ആ റെസ്പോൺസിബിലിറ്റി ആർക്കാണ്, മാനേജ്മെൻറ്റാണ്. Internal control is designed to facilitate the achievement of business objective. നമ്മൾ ഓൾറെഡി പറഞ്ഞു, അഡ്രസ്സിങ് റിസ്ക് ഇൻ ഓപ്പറേഷൻ, കംപ്ലൈസ് ആൻഡ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. ഓക്കെ, അപ്പോൾ അതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. അപ്പോൾ റെസ്പോൺസിബിലിറ്റി മാത്രമാണ് എന്ത് മാനേജ്മെൻറ്റ്. ഇത് മാത്രമാണ് ഇതിലൂടെ പുതിയ ടോപ്പിക്കായിട്ട് വന്നിട്ടുള്ളൂ ഈ ഒരു സ്ലൈഡിൽ. Scope of internal controls.
The scope of internal control extends beyond accounting records and includes all administrative controls that affect the decision-making process leading to management's authorization of transaction. ഇപ്പോൾ ഇൻറ്റേർണൽ കൺട്രോളിൻ്റെ സ്കോപ്പ് എന്ന് വെച്ചാൽ എന്താണ്? അക്കൗണ്ടിങ് റെക്കോർഡ്സിൽ മാത്രം, അക്കൗണ്ടിങ് കൺട്രോളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമല്ല എന്ത് ഇൻറ്റേർണൽ കൺട്രോൾസ്. നമ്മൾ ചെക്ക് ചെയ്യുന്നത്, ഓഡിറ്റേഴ്സ് ചെക്ക് ചെയ്യുന്നത് എന്താണ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രോപ്പർ ആണോ, ഫെയർ ആൻഡ് ട്രൂ ആണോ എന്ന് മാത്രമാണ് നോക്കുക. പക്ഷേ ഇൻറ്റേർണൽ കൺട്രോൾസ് എന്താണ്? അക്കൗണ്ടിങ് റെക്കോർഡ്സിൽ മാത്രം ഒതുങ്ങുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു എന്ത്, സ്റ്റാഫ് പ്രോപ്പറായിട്ട് വരുന്നുണ്ടോ പോകുന്നുണ്ടോ എന്ന് കാര്യം മനസ്സിലാക്കാൻ നമ്മൾ പഞ്ചിങ് മെഷീൻ വെക്കുന്നു. അത് അക്കൗണ്ടിങ് റെക്കോർഡായിട്ട് ഡയറക്റ്റ്ലി എഫക്റ്റ് ചെയ്യാത്തൊരു കാര്യമാണ്. സ്റ്റാഫിൻ്റെ വരവും പോക്കും, സ്റ്റാഫ് എഫിഷ്യൻ്റ് ആണോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുന്നത് എന്താണ്? അക്കൗണ്ടിങ് റെക്കോർഡായിട്ട് ഡയറക്റ്റ്ലി റിലേറ്റഡ് അല്ല. ആൻഡ് ഇൻക്ലൂഡ്സ് ഓൾ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾസ്. ഇതെന്താണ്? ബിയോണ്ട് അക്കൗണ്ടിങ് കൺട്രോൾസ് ആണ്. ആൻഡ് ഇൻക്ലൂഡ്സ് ഓൾ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾസ് ദാറ്റ് എഫക്ട് ദ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്. ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിനെ എഫക്ട് ചെയ്യുന്ന എല്ലാ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾസും എന്താണ്? ഇൻറ്റേർണൽ കൺട്രോൾ അതിൻ്റെ സ്കോപ്പ് വരുന്നുണ്ട്. ലീഡിങ് ടു ദ മാനേജ്മെൻറ്റ്സ് ഓതറൈസേഷൻ ഓഫ് ട്രാൻസാക്ഷൻ. അതേമാതിരി തന്നെ എന്താണ്? ഡിസിഷൻ മേക്കിങ്ങിലൂടെ എന്താണ്? മാനേജ്മെൻറ്റ് ഓരോ ട്രാൻസാക്ഷന് മാനേജ്മെൻറ്റ് ഓതറൈസേഷൻ വേണം എന്നുള്ള കാര്യം വരെ എന്താണ്? ഇൻറ്റേർണൽ കൺട്രോൾ ആണ് അതിൻ്റെ ഒരു പ്രോസസ്സ്. എന്ന് വെച്ചാൽ നമ്മൾ പറയുകയാണ്, ഒരു ട്രാൻസാക്ഷൻ നടക്കണമെങ്കിൽ, ഒരു ട്രാൻസാക്ഷൻ്റെ വൗച്ചർ വേണമെങ്കിൽ മാനേജ്മെൻറ്റ് സൈന് വേണം എന്നുള്ളൊരു റൂളുണ്ട്. അതുണ്ടാക്കുന്നത് എന്താണ്? അതൊരു ഇൻറ്റേർണൽ കൺട്രോൾ പ്രോസസ്സാണ്. ഓക്കെ, ദീസ് കൺട്രോൾസ് ക്യാൻ എൻകോംപസ് വേരിയസ് ഏരിയാസ് സച്ച് ആസ് പ്രൊഡക്ഷൻ മെത്തേഡ്സ്, പ്രൈസിങ് പോളിസി, ക്വാളിറ്റി കൺട്രോൾ മെഷേഴ്സ്, ബഡ്ജറ്ററി കൺട്രോൾ ആൻഡ് മോർ. അപ്പോൾ ഈ ഒരു കൺട്രോൾസ് അത് ഏതൊക്കെ ഏരിയസിലേക്ക് വരും? വേരിയസ് ആയിട്ടുള്ള ഏരിയസിലേക്ക് വരും. എന്തൊക്കെ? പ്രൊഡക്ഷൻ മെത്തേഡ്സ്, ഏത് പ്രൊഡക്ഷൻ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, പ്രൈസിങ് പോളിസി, അതേമാതിരി തന്നെ ക്വാളിറ്റി കൺട്രോൾ മെഷേഴ്സ്, ദെൻ ബഡ്ജറ്ററി കൺട്രോൾ, അങ്ങനെ ഒരുപാട്, പിന്നെ ആൻഡ് മോർ, കുറേ കാര്യങ്ങളിലേക്ക്, കുറേ വേരിയസ് ഏരിയയിലേക്ക് എന്താണ് ഈ ഒരു ക്വാളിറ്റി കൺട്രോൾസ് വരുന്നുണ്ട്. ഇൻ ഫിനാൻഷ്യൽ ഓഡിറ്റ്, ഓഡിറ്റേഴ്സ് ഫോക്കസ് ഓൺ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് റിലേറ്റഡ് ടു ദ അസെഷൻസ് അണ്ടർലൈങ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻക്ലൂഡിംഗ് സേഫ് ഗാർഡിംഗ് അസെറ്റ്സ് ആൻഡ് പ്രിവെൻറ്റിംഗ് ഫ്രോഡ്. അപ്പോൾ ഓഡിറ്റർ എന്ത് മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ? പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് എന്ന് വെച്ചാൽ ഇൻറ്റേർണൽ കൺട്രോൾസ് റിലേറ്റഡ് ടു അസെഷൻസ് അണ്ടർലൈങ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സുള്ള അസെഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്, അത് മാത്രമേ ഓഡിറ്റർ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. ഇൻക്ലൂഡിംഗ് സേഫ് ഗാർഡിംഗ് ഓഫ് അസെറ്റ്സ്, മിസ്അപ്രോപ്രിയേഷൻ ഓഫ് അസറ്റും, അതേമാതിരി തന്നെ പ്രിവെൻറ്റിംഗ് ഫ്രോഡ്. ഇതാണ് ഓഡിറ്ററിൻ്റെ ഫോക്കസ് വരുന്നുള്ളൂ. ബാക്കിയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളൊന്നും ഓഡിറ്ററിൻ്റെ കൺസേൺ അല്ല. അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾസ് മേ ഓൺലി ബി ഇവാലുവേറ്റഡ് ഇഫ് ദേ ഇമ്പാക്ട് ദ റിലയബിലിറ്റി ഓഫ് ഫിനാൻഷ്യൽ റെക്കോർഡ്സ്. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് റെക്കോർഡ്സ് കൺട്രോൾസ് അത് ഓഡിറ്റർ എപ്പോഴേ ഇവാലുവേറ്റ് ചെയ്യുള്ളൂ? ഫിനാൻഷ്യൽ റെക്കോർഡ്സിന് അത് ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതിൻ്റെ റിലയബിലിറ്റീനെ അത് ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഓഡിറ്റർ എന്ത് ചെയ്യുള്ളൂ? അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾസ് ഓഡിറ്റർ ചെക്ക് ചെയ്യുള്ളൂ. ഓഡിറ്ററിൻ്റെ മെയിൻ ഏരിയ വെച്ചാൽ ഫിനാൻഷ്യൽ റെക്കോർഡ്സ് ആണ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. Objectives of internal control system. The objectives of internal control systems are determined by management. അപ്പോൾ മാനേജ്മെൻ്റ് ആണ് ഇത് ഡിറ്റർമൈൻ ചെയ്യുക. എന്ന് വെച്ചാൽ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അപ്പോൾ ഏത് പർപ്പസിന് ഏത് സിസ്റ്റം വേണം എന്നുള്ള കാര്യം, ഏത് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് വേണം എന്നുള്ള കാര്യം ആരാണ് തീരുമാനിക്കുന്നത്? മാനേജ്മെൻ്റ് ആണ്. പ്രൈമറി റെസ്പോൺസിബിലിറ്റി ആരതാണ്? മാനേജ്മെൻ്റ് ആണ്. സോ മാനേജ്മെൻ്റ് ആണ് ഒരു ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ഒബ്ജക്റ്റീവ് ഡിറ്റർമൈൻ ചെയ്യുക. കൺസിഡറിങ് ദ നേച്ചർ ഓഫ് ബിസിനസ് ആൻഡ് സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ. നേച്ചർ ഓഫ് ബിസിനസ്സും സ്കെയിൽ ഓഫ് ഓപ്പറേഷൻസും കൺസിഡർ ചെയ്തിട്ടാണ് മാനേജ്മെൻറ്റ് എന്ത് ചെയ്യുക? ഈ ഒരു ഒബ്ജക്റ്റീവ് ഡിറ്റർമൈൻ ചെയ്യുക. ദീസ് ഒബ്ജക്റ്റീവ്സ് ഇൻക്ലൂഡ്. അപ്പോൾ എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് വരാൻ ചാൻസ് ഉള്ളതെന്ന് വെച്ചാൽ, ഒന്ന് സേഫ് ഗാർഡിംഗ് ദ എൻറ്റിറ്റീസിൻ്റെ അസറ്റിൻ്റെ സേഫ് ഗാർഡ് ചെയ്യാൻ. രണ്ടാമത് എൻഷുറിങ് കംപ്ലയൻസ് വിത്ത് ലോസ് ആൻഡ് റെഗുലേഷൻസ്. അപ്പോൾ ലോസും റെഗുലേഷൻസും കംപ്ലൈ ചെയ്യാൻ. എന്ന് വെച്ചാൽ നമ്മളൊരു നിയമം ഉണ്ടാക്കി, നമ്മളെ ഇൻറ്റേർണൽ നിയമം ഉണ്ടാക്കി, എന്ത് സ്റ്റാഫ് 9 മണിക്ക് എത്തിയിരിക്കണം. ആ നിയമം പാലിക്കാൻ വേണ്ടി നമ്മൾ എന്ത് വെച്ചു? പഞ്ചിങ് മെഷീൻ വെച്ചു. എൻഷുറിങ് ദ റിലയബിലിറ്റി ഓഫ് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. അപ്പോൾ ഇൻറ്റേർണലും എക്സ്റ്റേണലും ആയിട്ടുള്ള ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിൻ്റെ റിലയബിലിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ഫെസിലിറ്റേറ്റിംഗ് ഓപ്പറേഷണൽ എഫക്റ്റീവ്നെസ് ആൻഡ് എഫിഷ്യൻസി. ഓപ്പറേഷൻസ് എന്താണ് എഫക്റ്റീവായിട്ടും എഫിഷ്യൻ്റായിട്ടും നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും അതും എന്താവാം? ഒരു ഇൻറ്റേർണൽ കൺട്രോളിൻ്റെ ഒബ്ജക്റ്റീവ് ആവാം. ഓക്കെ, അപ്പോൾ ഇൻറ്റേർണൽ കൺട്രോളിൻ്റെ ഒബ്ജക്റ്റീവ്സിൻ്റെ എക്സാമ്പിൾസാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇനി അക്കൗണ്ടിങ് സിസ്റ്റം ഒബ്ജക്റ്റീവ്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇൻറ്റേർണൽ കൺട്രോൾസ് റിലേറ്റഡ് ടു ദ അക്കൗണ്ടിങ് systems aim to ensure that transactions are executed with the management's authorizations, recorded promptly, safeguarded
ഫ്രം അൺഓതറൈസ്ഡ് ആക്സസ് ആൻഡ് വെരിഫൈഡ് റെഗുലർലി. അപ്പോൾ ഒരു അക്കൗണ്ടിങ് സിസ്റ്റം ബേസ് ചെയ്തിട്ടുള്ള അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻറ്റേർണൽ കൺട്രോൾസ് എന്തൊക്കെയാണ് എൻഷുർ ചെയ്യാന്ന് വെച്ചാൽ, ട്രാൻസാക്ഷൻസ് എന്താണ് മാനേജ്മെൻറ്റിൻ്റെ ഓതറൈസേഷനിലൂടെയാണോ എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം എൻഷുർ ചെയ്യും. റെക്കോർഡ്സ് എന്താണ് പ്രോംപ്റ്റായ രീതിയിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ടോ, കാര്യങ്ങൾ ഈ ഒരു ട്രാൻസാക്ഷൻസ് പ്രോംപ്റ്റായ രീതിയിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതും എൻഷുർ ചെയ്യും. അതേമാതിരി തന്നെ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്സസിൽ നിന്നും എന്ന് വെച്ചാൽ നമ്മളൊരു സാധനം, നമുക്കൊരു ലെഡ്ജർ ഉണ്ട്, അതിലെന്താണ് വേറൊരാളും അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾ എന്താണ് വന്നിട്ട് ഇടപെടുന്നില്ല, അതിലെ എമൗണ്ടുകൾ മാറ്റി കൊടുക്കുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പ് വരുത്താൻ, അത് സേഫ് ഗാർഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം എൻഷുർ ചെയ്യും. അതേമാതിരി തന്നെ അത് റെഗുലറായിട്ട് വെരിഫൈയും ചെയ്യുന്നുണ്ടോ, ഈ അൺഓതറൈസ്ഡ് എന്താണ് ആക്സസ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം റെഗുലറായിട്ട് വെരിഫൈയും ചെയ്യുന്നുണ്ടോ എന്നുള്ളതും കൂടി എന്താണ് അക്കൗണ്ടിങ് സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള ഇൻറ്റേർണൽ കൺട്രോൾസ് എൻഷുർ ചെയ്യും. These control objectives ensure that transactions are complete, valid, accurate and properly disclosed. അപ്പോൾ ഈ ഒരു ഇൻറ്റേർണൽ കൺട്രോൾസ് എന്താണ് ചെയ്യുന്നത്, ട്രാൻസാക്ഷൻസ് കംപ്ലീറ്റ് ആണോ, വാലിഡ് ആണോ, ആക്യുറേറ്റ് ആണോ ആൻഡ് പ്രോപ്പർലി ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടോ, ഈ കാര്യങ്ങൾ എന്താണ് എൻഷുർ ചെയ്യും. നമ്മളെന്താണ് ലാസ്റ്റ് പാർട്ടിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അക്കൗണ്ടിങ് എസേഷൻസ് എങ്ങനെയൊക്കെയാണ് ഓഡിറ്റർ വെരിഫൈ ചെയ്യേണ്ടത്, ഏതൊക്കെയാണ് ഓഡിറ്റർ ഏരിയാസ് വരുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫസ്റ്റ് ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സിലുള്ള അസെഷൻസ്, പിന്നെ അക്കൗണ്ട്സ് ബാലൻസിലുള്ള അസെഷൻസ്, പിന്നെ എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് പ്രസൻറ്റേഷൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുള്ള അസെഷൻസ്, പ്രസൻറ്റേഷൻ ആൻഡ് ഡിസ്ക്ലോഷറുള്ള അസെഷൻസ്. അപ്പോൾ അതൊക്കെ പ്രോപ്പറാണോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യാൻ, അതൊക്കെ എൻഷുർ ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. അതൊക്കെയാണ് ഒരു ഇൻറ്റേർണൽ കൺട്രോൾസിൻ്റെ ഒബ്ജക്റ്റീവ്. ഇൻറ്റേർണൽ കൺട്രോൾ അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ വന്നുള്ള ഒബ്ജക്റ്റീവ്. സോ അക്കൗണ്ടിങ് സിസ്റ്റത്തിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ് ഇതൊക്കെ. ഇഫ് ഓൾ ദീസ് ഒബ്ജക്റ്റീവ്സ് ആർ മെറ്റ് പോസിറ്റീവ്ലി ദ ഓഡിറ്റർ ക്യാൻ സിഗ്നിഫിക്കൻ്റ്ലി ലിമിറ്റ് അക്കൗണ്ട് ബാലൻസ് ടെസ്റ്റ്. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഇത് പ്രോപ്പർ ആണെങ്കിൽ, ഇതൊക്കെ പോസിറ്റീവ്ലി എന്താണ് ചെയ്തിട്ടുണ്ടെങ്കിൽ അക്കൗണ്ട് ബാലൻസിൻ്റെ ടെസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഓഡിറ്ററിന് ലിമിറ്റ് ചെയ്യാൻ പറ്റും. Limitations of internal control. Despite their effectiveness, internal control system can only provide reasonable assurance. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും എത്രമാത്രം എഫക്റ്റീവ് ആണെങ്കിലും ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം എന്താണ് റീസണബിൾ ആയിട്ടുള്ള അഷുറൻസ് മാത്രമേ തരുന്നുള്ളൂ. നോട്ട് ആബ്സല്യൂട്ട് അഷുറൻസ് റിഗാർഡിംഗ് ഓപ്പറേഷൻസ്, ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, കംപ്ലയൻസ് ഒബ്ജക്റ്റീവ്. ഓക്കെ, ഇതിനെക്കുറിച്ചൊക്കെ ഒരു റീസണബിൾ അഷുറൻസ് മാത്രമേ എന്ത് തരുന്നുള്ളൂ, ഇൻറ്റേർണൽ കൺട്രോൾ തരുന്നുള്ളൂ, ഒരിക്കലും ആബ്സല്യൂട്ട് തരുന്നില്ല. ഇൻഹറൻറ്റ് ലിമിറ്റേഷൻസ് ഇൻക്ലൂഡ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കാരണം എന്താണ്, ഈ ഒരു ആബ്സല്യൂട്ടിന് പകരം റീസണബിൾ ആവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ഇൻഹറൻറ്റ് ലിമിറ്റേഷൻസ് കൊണ്ടാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇൻഹറൻറ്റ് ലിമിറ്റേഷൻസ് എന്ന് വെച്ചാൽ, മാനേജ്മെൻറ്റ്സ് അസസ്മെൻറ്റ് ഓഫ് ദ കോസ്റ്റ് വേഴ്സസ് എക്സ്പെക്റ്റഡ് ബെനിഫിറ്റ് ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ. അപ്പോൾ നമ്മളൊരു ഇൻറ്റേർണൽ കൺട്രോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്ത് വരും, അവിടെ കോസ്റ്റ് വരും, അവിടെ ഒരു ചിലവ് വരുന്നുണ്ട്. ആ ഒരു ചിലവിന് പറ്റിയ ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ടോ? ഓക്കെ, ഇപ്പോൾ നമ്മളുടെ ഓഫീസിലാകെ എത്ര സ്റ്റാഫ് ഉണ്ട്, 3 സ്റ്റാഫാണുള്ളത്. നമ്മളുടെ ടേൺ ഓവറും വളരെ കുറവാണ്, നമ്മൾ ചെറിയൊരു കമ്പനിയാണ്. അപ്പോൾ ഈ 3 സ്റ്റാഫിന് വേണ്ടി നമ്മളൊരു പഞ്ചിങ് മെഷീൻ വെക്കേണ്ട ആവശ്യമുണ്ടോ? ഇതിൻ്റെ കോസ്റ്റ് എന്തായാലും വളരെ കൂടുതലാണ്. അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് ആകെ ഈ 3 ആൾക്കാരെ ഒരു എൻട്രിയും ഔട്ടും ഇന്നും ഔട്ടും റെക്കോർഡ് ചെയ്യൽ മാത്രമാണ്. സോ നമുക്കത് മാനുവലി അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ തന്നെ മതി. സോ ഇതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടോ, ഇതിൻ്റെ കോസ്റ്റും ബെനിഫിറ്റും നമ്മൾ മാച്ച് ചെയ്യുമ്പോൾ ഇത് ബെനിഫിഷ്യൽ ആണോ? അല്ല. സോ അങ്ങനത്തെ ഒരു റീസൺ വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ ആവശ്യം, നമ്മളിത് യൂസ് ചെയ്യില്ല, ആരാലും ഇത് യൂസ് ചെയ്യില്ല. അവിടെ അവിടെ ഒരു റിസ്ക് വരും. ഈ 3 ആൾക്കാരാണെങ്കിൽ പോലും അവർക്കൊരു ഓപ്പർച്യൂണിറ്റി വരികയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഒരു മിസ്റ്റേറ്റ്മെൻറ്റ് നടത്താനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വരികയാണ്. സോ ഇൻറ്റേർണൽ കൺട്രോളിൻ്റെ ഫസ്റ്റ് ലിമിറ്റേഷനാണ്, ഒരു ഇൻഹറൻറ്റ് ലിമിറ്റേഷനാണ് എന്ത്, കോസ്റ്റ് വേഴ്സസ് എക്സ്പെക്റ്റഡ് ബെനിഫിറ്റ്. ദെൻ ഇൻറ്റേർണൽ കൺട്രോൾസ് ഓഫർ ഡു നോട്ട് അഡ്രസ് അൺയൂഷ്വൽ ട്രാൻസാക്ഷൻ. അപ്പോൾ അൺയൂഷ്വൽ ട്രാൻസാക്ഷൻസ് വരികയാണെങ്കിൽ ഇൻറ്റേർണൽ കൺട്രോൾസ് അത് അഡ്രസ്സ് ചെയ്യില്ല. കാരണം ഒരു യൂഷ്വലായിട്ടുള്ള ഒരു റുട്ടീൻ ട്രാൻസാക്ഷൻസ് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഇൻറ്റേർണൽ കൺട്രോൾസ് ഡിസൈനും ഇംപ്ലിമെൻറ്റും ചെയ്തിട്ടുണ്ടാവുക. അൺയൂഷ്വൽ ആയിട്ടുള്ളൊരു ട്രാൻസാക്ഷൻ വരികയാണെങ്കിൽ അതെന്ത് ചെയ്യില്ല, അത് നോട്ടീസും ചെയ്യില്ല, അത് അഡ്രസ്സും ചെയ്യില്ല. ദ പൊട്ടൻഷ്യൽ ഫോർ ഹ്യൂമൻ എറർ ഇൻക്ലൂഡിങ് കെയർലെസ്നെസ് ആൻഡ് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ ഹ്യൂമൻ എറർ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ തന്നെ പറഞ്ഞു, ഈ സെയിം സിറ്റുവേഷൻ ഈ 3 ആൾക്കാരാണുള്ളത്. നമ്മൾ പറഞ്ഞു കറക്റ്റ് 9 മണിക്ക് നിങ്ങൾ വന്നിരിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ അവരെന്ത് ചെയ്യുന്നില്ല, അവർ 9 മണിക്ക് വരുന്നില്ല, അവർ ചില സിറ്റുവേഷനിൽ ലേറ്റായി വരുന്നു. അപ്പോൾ ഒരു ദിവസം വരുമ്പോൾ അയാളുടെ വാച്ച് തെറ്റായിപ്പോയി, വാച്ച് ഒരു അരമണിക്കൂർ ലേറ്റാണ്. സോ അയാൾ 9 മണിക്ക് വരെ 9:30 വന്നത്. അപ്പോൾ അവിടെ ഒരു ഹ്യൂമൻ എററാണ് വരുന്നത്. നമ്മൾ പ്രോപ്പർ ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം ഇല്ലാത്തതുകൊണ്ട് ഒരു ഹ്യൂമൻ എറർ വന്ന്. സോ ദ പൊട്ടൻഷ്യൽ ഫോർ ഹ്യൂമൻ എറർ ഇൻക്ലൂഡിങ് കെയർലെസ്നെസ് ആൻഡ് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്.
ദെൻ പോസിബിലിറ്റി ഓഫ് സർക്കംവെൻഷൻ ഓഫ് കൺട്രോൾസ് ത്രൂ കൊല്യൂഷൻ. അപ്പോൾ ഒരുമിച്ച് ചേർന്ന് എല്ലാവരും എന്ത് ചെയ്യുകയാണ്, ഒരുമിച്ച് ചേർന്ന് ഒരാൾ ഇൻറ്റേർണൽ കൺട്രോൾസ് ഇതാക്കണം. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ 3 ആൾക്കാരുണ്ട്. അപ്പോൾ ഇയാളോട് പറഞ്ഞു നിങ്ങൾക്ക് ഞങ്ങൾ റെക്കോർഡ് തരാം, ഇതിൽ നിങ്ങളെ ഇന്നും ഔട്ടും എഴുതണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞു എന്താണ്, നമുക്ക് ഒരുമിച്ച് ചേർന്നിട്ട് എന്താണ് എല്ലാവർക്കും ലേറ്റായിട്ടും നേരത്തെയും പോവാം, അപ്പോൾ നമ്മൾ ഒരുമിച്ച് ചേർന്നാൽ ആരും അറിയാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. സോ ഇവർ 3 ആളും ഒരുമിച്ചിട്ട് എന്ത് ചെയ്തു, ലേറ്റായിട്ട് വരാൻ തുടങ്ങി. സോ ഒരുമിച്ച് ചേർന്ന് കൊല്യൂഷൻ ചേർന്നിട്ട് അവരെന്ത് ചെയ്യാണ്, കൺട്രോൾസിനെ അവർ തകർക്കുകയാണ്. ദെൻ റിസ്ക് ഓഫ് മാനേജ്മെൻറ്റ് ഓവർ റൈഡിങ് കൺട്രോൾസ് ആൻഡ് മാനിപ്പുലേറ്റിംഗ് ട്രാൻസാക്ഷൻസ് ആൻഡ് എസ്റ്റിമേഷൻ. അപ്പോൾ മാനേജ്മെൻറ്റിനെ വന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു ലാസ്റ്റ് നോക്കുന്ന സമയത്ത് എന്തില്ല, മാനേജ്മെൻറ്റ് നമ്മൾ ലാസ്റ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുന്ന സമയത്ത് നമ്മുടെ പ്രോഫിറ്റ് വളരെ കുറവാണ്, നമുക്ക് ലോൺ വേണം, നമുക്ക് ബാങ്കിൽ നമ്മളുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രസൻറ്റ് ചെയ്തിട്ടാണ് ലോൺ എടുക്കാൻ, പക്ഷേ പ്രോഫിറ്റ് വളരെ കുറവായതുകൊണ്ട് ലോൺ കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ മാനേജ്മെൻറ്റ് എന്ത് പറഞ്ഞു, നിങ്ങൾ കുറേ വൗച്ചേഴ്സ് എനിക്ക് താ, ഞാൻ എല്ലാം സൈൻ ചെയ്ത് ഓതറൈസ് ചെയ്ത് തരാം, അത് ജസ്റ്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ സെയിൽസ് കൂട്ടി കാണിച്ചിട്ട് പ്രോഫിറ്റും കൂട്ടി കാണിക്കുക എന്ന് മാനേജ്മെൻറ്റ് പറഞ്ഞു. സോ മാനേജ്മെൻറ്റ് എന്ത് ചെയ്യാണ്, അവർ കൺട്രോൾസ്, അവരുടെ കൺട്രോൾ, മാനേജ്മെൻറ്റിൻ്റെ കൺട്രോളാണെന്ത്, ഈ ഒരു വൗച്ചർ വെരിഫൈ ചെയ്യൽ, ഓതറൈസ് ചെയ്യൽ. സോ ആ ഒരു കൺട്രോൾ, ആ ഒരു അതോറിറ്റി മാനേജ്മെൻറ്റ് എന്ത് ചെയ്യാണ്, മിസ്യൂസ് ചെയ്തിട്ട് ട്രാൻസാക്ഷൻസും ഇവൻസും എസ്റ്റിമേഷൻസും മാനേജ്മെൻറ്റ് എന്ത് ചെയ്യാണ്, മാനിപ്പുലേറ്റ് ചെയ്യാണ്. അതും എന്താണ്, ഇൻറ്റേർണൽ കൺട്രോൾസിൻ്റെ ഒരു ലിമിറ്റേഷനാണ്. ഓക്കെ, സോ ഈ 5 കാര്യങ്ങളാണെന്ത് ഇൻറ്റേർണൽ കൺട്രോളിൻ്റെ ലിമിറ്റേഷനാണ് വരുന്നത്. ഒന്ന് വെച്ചാൽ കോസ്റ്റ് വേഴ്സസ് ബെനിഫിറ്റ്, രണ്ടാമത്തെ വെച്ചാൽ അൺയൂഷ്വൽ ട്രാൻസാക്ഷൻ, 3 വെച്ചാൽ ഹ്യൂമൻ എറർ, 4 വെച്ചാൽ കൺട്രോൾ ത്രൂ കൊല്യൂഷൻ, സർക്കംവെൻഷൻ ഓഫ് കൺട്രോൾ ത്രൂ കൊല്യൂഷൻ, ദെൻ മാനേജ്മെൻറ്റ് ഓവർ റൈഡിങ് കൺട്രോൾ. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് സ്ട്രക്ചർ ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ. ടു അച്ചീവ് എഫക്റ്റീവ് ഇൻറ്റേർണൽ കൺട്രോൾസ് ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു എസ്റ്റാബ്ലിഷ് ആഡിക്വേറ്റ് കൺട്രോൾ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. അപ്പോൾ പോളിസീസും പ്രൊസീജിയേഴ്സും ആണ് എന്ത് ഇൻറ്റേർണൽ കൺട്രോളായിട്ട് വരുന്നത്. അപ്പോൾ കൺട്രോൾ ആഡിക്വേറ്റ് ആവണമെങ്കിൽ എന്താവണം, നമ്മൾ ആഡിക്വേറ്റ് ആയിട്ടുള്ള കൺട്രോൾ പോളിസീസും പ്രൊസീജിയേഴ്സും എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കണം. ദീസ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആർ ഡിസൈൻ ടു മിനിമൈസ് ഫ്രോഡ് ആൻഡ് എറർ. അപ്പോൾ ഫ്രോഡും എററും എന്ന് വെച്ചാൽ മിസ്റ്റേറ്റ്മെൻറ്റ് കുറയ്ക്കലാണ് നമ്മളുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. അത് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസൈൻ ചെയ്യുന്നത്. ആൻഡ് ടു എൻഷുർ ടൈംലി ഡിറ്റക്ഷൻ വെൻ ദേ ഒക്യൂർ. അപ്പോൾ ടൈംലി അത് ഡിറ്റക്ട് ചെയ്യാനുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു കൺട്രോൾ, ഇൻറ്റേർണൽ കൺട്രോൾ പോളിസീസും പ്രൊസീജിയേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടീസ്. സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടീസ്, ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് മസ്റ്റ് ബി ഡിവൈഡഡ് അമംഗ് ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസ്. അപ്പോൾ ഓരോ ഇൻഡിവിജ്വൽസിനും എന്താണ് ട്രാൻസാക്ഷൻസിൻ്റെ പ്രോസസ്സിങ് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ദിസ് എൻഷ്യൂർ നോ സിംഗിൾ പേഴ്സൺ ക്യാൻ കംപ്ലീറ്റ് എ ട്രാൻസാക്ഷൻ എന്നുള്ള ഒരു ട്രാൻസാക്ഷൻ എന്താണ് ഒരാൾക്ക് മാത്രമായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. വിച്ച് ഹെൽപ്സ് റെഡ്യൂസ് ദ റിസ്ക് ഓഫ് ഫ്രോഡ് ആൻഡ് എറർ. അപ്പോൾ എററിൻ്റെയും ഫ്രോഡിൻ്റെയും റിസ്ക് എന്താണ്, ഇത് കുറയ്ക്കും. ദ മെയിൻ ഫങ്ഷൻസ് ദാറ്റ് ഷുഡ് ബി സെഗ്രിഗേറ്റഡ് ഇൻക്ലൂഡ്സ്. അപ്പോൾ ഒരു ഫംഗ്ഷൻ, ഏതൊക്കെ ഫംഗ്ഷൻസ് ആണോ സെഗ്രിഗേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓതറൈസേഷൻ ഓഫ് ട്രാൻസാക്ഷൻ. ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ അത് ഫസ്റ്റ് എന്താണ് മാനേജർ ഓതറൈസ് ചെയ്യണം. ദെൻ എക്സിക്യൂഷൻ ഓഫ് ട്രാൻസാക്ഷൻ, ആ ട്രാൻസാക്ഷൻ എക്സിക്യൂട്ട് ചെയ്യേണ്ടതായിരിക്കണം വേറൊരു വ്യക്തിയായിരിക്കണം. ദെൻ ഫിസിക്കൽ കസ്റ്റഡി ഓഫ് റിലേറ്റഡ് അസറ്റ്, ആ ഒരു ട്രാൻസാക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അസറ്റ് എന്ന് വെച്ചാൽ നമ്മൾ എന്താണ് ബാങ്ക് ടു സെയിൽ നടന്നെന്ന് വെക്കുക, ഇതാണ് ട്രാൻസാക്ഷൻ. അപ്പോൾ ഇതിൻ്റെ വൗച്ചർ, ഈ ഒരു സെയിൽ ഓതറൈസ് ചെയ്യേണ്ടത് മാനേജ്മെൻറ്റ്, ഈ ഒരു സാധനം, ഈ ഒരു സെയിൽ, ഈ ഒരു ഇൻവെൻട്രി അങ്ങോട്ടേക്ക് എത്തിക്കേണ്ടത് ഒരു വ്യക്തി, വേറൊരു വ്യക്തി. ഈ ഒരു റിലേറ്റഡ് അസറ്റ് എന്ന് വെച്ചാൽ ഈ ഫിസിക്കൽ കസ്റ്റഡി ഓഫ് ഈ ബാങ്ക്, ആ റിലേറ്റഡ് അസറ്റ് അതിൻ്റെ ഫിസിക്കൽ കസ്റ്റഡി, ഈ ഒരു ക്യാഷ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വേറൊരു വ്യക്തി. ആൻഡ് മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ്, ഇതിൻ്റെ റെക്കോർഡ്സ്, ഈ ഒരു ജേർണൽ എൻട്രി എഴുതേണ്ട ആൾ വേറൊരു വ്യക്തിയും ആയാൽ മാത്രമേ എന്താണ് ആ ഒരു സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടി എഫിഷ്യൻറ്റും എഫക്റ്റീവും ആവുള്ളൂ. While allocating duties, it is important to consider both cost and efficiency. അപ്പോൾ കോസ്റ്റും എഫിഷ്യൻസിയും നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. ഈ ഒരു ഡ്യൂട്ടീസ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം. എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഇതിന് തന്നെ എത്ര ആൾക്കാർ വേണം, 4 ആൾക്കാർ വേണം. അപ്പോൾ ഇതിൻ്റെ ഒരു എഫിഷ്യൻസി നമ്മൾ എന്താണ് 4 ആൾക്കാരെ കൊണ്ട് മാത്രമേ നടക്കുള്ളെങ്കിൽ നമ്മൾ 4 ആൾക്കാരെ വെക്കണം. സോ ആ ഒരു കോസ്റ്റിനെയും എഫിഷ്യൻസിനെയും കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓവർ അലോക്കേറ്റിംഗ് ടാസ്ക് ക്യാൻ ലീഡ് ടു കമ്പർസം പ്രൊസീജിയേഴ്സ് ആൻഡ് എക്സസീവ് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ്. നമ്മളെന്താണ് ഓവറായിട്ടൊരു ടാസ്ക് അലോക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ
അതെന്താണ്, അതൊരു പ്രൊസീജിയേഴ്സിനെ കൂടുതൽ ഡിഫിക്കൽട്ട് ആക്കാനും അതേമാതിരി തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് കൂടാനും അത് കാരണമാവും. ഓക്കെ, അപ്പോൾ അത് നമ്മളെന്താണ് അത് നോക്കിയിട്ട് ഒരു എഫിഷ്യൻസിയും അതേമാതിരി തന്നെ കോസ്റ്റും കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഡ്യൂട്ടീസ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ദെൻ പീരിയോഡിക് റൊട്ടേഷൻ ഓഫ് ഡ്യൂട്ടീസ്. റൊട്ടേറ്റിംഗ് പേഴ്സണൽ ഡ്യൂട്ടീസ് പീരിയോഡിക്കലി ഈസ് ബെനിഫിഷ്യൽ. അപ്പോൾ നമ്മളെന്താണ് ഈ ഒരാളൊരു സംഭവത്തിന് വെച്ച് നമ്മളൊരു അസറ്റ് വെരിഫൈ ചെയ്യാം, ഒരു ഫിസിക്കൽ അസറ്റ്സ് നമ്മളെന്താണ് മെയിൻറ്റെയിൻ ചെയ്യാൻ, എന്താ പറയുക, കീപ്പ് ചെയ്യാൻ വേണ്ടി ഒരാളെ ഏൽപ്പിച്ച് അത് കഴിഞ്ഞിട്ട് നമ്മൾ അയാളെ മാറ്റിയിട്ട് വേറെ ആളെ ഏൽപ്പിച്ച്. സോ ഈ ഡ്യൂട്ടീസ് നമ്മളെന്താണ് പീരിയോഡിക്കലായിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇയാൾക്ക് ഇതിനുള്ളൊരു കൺട്രോൾ ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ആ ഒരു സാധനം മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ആൾക്ക് കറക്റ്റ് ആ പ്രൊസീജിയേഴ്സ് കറക്റ്റ് അറിയാം, എങ്ങനെയാണ് വരിക, ആരൊക്കെയാണ് എപ്പോഴൊക്കെയാണ് വരിക. സോ അത് ആൾക്ക് കട്ടെടുത്ത് പോകാനോ അല്ലെങ്കിൽ ഒരു മിസ്അപ്രോപ്രിയേഷൻ നടത്താൻ സുഖമാണ്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പീരിയോഡിക്കലി നമ്മൾ ഈ ഒരു റൊട്ടേഷൻ ചെയ്യണം, ഡ്യൂട്ടീസ് റൊട്ടേറ്റ് ചെയ്യണം. ദിസ് പ്രാക്ടീസ് ഹെൽപ്സ് റിവീൽ എനി അൺഡിറ്റക്റ്റഡ് ഫ്രോഡ് ഓർ എറേഴ്സ് ക്വിക്ക്ലി. ഇതിനെന്തും ഹെൽപ്പ് ചെയ്യും. ഇയാളാണ് ഇത്രയും നാൾ ക്യാഷ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നത്, അപ്പോൾ ഇയാളെ മാറ്റിയിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരാളെ വെച്ചു, അപ്പോൾ ഇയാൾക്ക് എന്ത് മനസ്സിലാവും, ഇയാൾ ഇതിൽ എന്തെങ്കിലും ഒരു തരികിട കാണിക്കുന്നുണ്ടെങ്കിൽ ഈ പുതിയ വന്ന ആൾക്കത് പെട്ടെന്ന് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ ഫ്രോഡോ എററോ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. സോ റിവീൽ അൺഡിറ്റക്റ്റഡ് ഫ്രോഡ് ഓർ എറർ. ഇറ്റ് ഓൾസോ പ്രിവെൻറ്റ്സ് ഇൻഡിവിജ്വൽസ് ഫ്രം ബിക്കമിങ് ടു കംഫർട്ടബിൾ ഇൻ ദെയർ റോൾ വിച്ച് കുഡ് ലീഡ് ടു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ അവർ ചെയ്യുന്ന ഒരു ഡ്യൂട്ടിയിൽ അവർ കൂടുതൽ കംഫർട്ടബിൾ ആയാൽ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റിന് ചാൻസ് ഉണ്ട്. സോ അത് കുറയ്ക്കാനും ഈ ഒരു റൊട്ടേഷൻ ഹെൽപ്പ് ചെയ്യും. Additionally, rotating task encourages employees to keep their work up to date and remain diligent, knowing that their work will be reviewed by others. അപ്പോൾ ഈ ഒരു സംഭവമാണ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഇയാളിങ്ങനെ വന്ന് അപ്പോൾ ഇയാളോട് നമ്മൾ പറഞ്ഞ് 6 മാസം നിങ്ങൾ ഈ ഒരു വർക്ക് ചെയ്യുള്ളൂ, അത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ 2 മാസം നിങ്ങൾ ഈ ഒരു വർക്ക് ചെയ്യുള്ളൂ, അത് കഴിഞ്ഞാൽ വേറൊരാളാണ് ഇത് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇയാൾക്ക് എന്തുണ്ടാവും, ഈ ഒരു വർക്ക് വേറെ ആൾ റിവ്യൂ ചെയ്യും എന്നുള്ളൊരു മെൻ്റൽ പ്രഷർ ഇയാൾക്ക് വരും. അതുകൊണ്ട് തന്നെ ഇയാളുടെ വർക്ക് അപ് ടു ഡേറ്റും ആയിരിക്കും. ഇയാൾ ആ വർക്ക് ചെയ്യാൻ ഇയാൾക്ക് കുറച്ചും കൂടി ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ടാവും. ഓക്കെ, ദെൻ ഓതറൈസേഷൻ ഓഫ് ട്രാൻസാക്ഷൻസ്. മാനേജ്മെൻറ്റ് മസ്റ്റ് ഡെലിഗേറ്റ് അതോറിറ്റി ടു ഡിഫറെൻറ്റ് ലെവൽസ് ആൻഡ് ഇൻഡിവിജ്വൽസ് ടു കൺട്രോൾ ദ ട്രാൻസാക്ഷൻ എക്സിക്യൂഷൻ അക്കോർഡിംഗ് ടു എസ്റ്റാബ്ലിഷ്ഡ് ഗൈഡ് ലൈൻസ്. അപ്പോൾ മാനേജ്മെൻറ്റ് എന്ത് ചെയ്യണം, ഈ ഒരു ട്രാൻസാക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതിൻ്റെ കൺട്രോൾസ് ഡിഫറെൻറ്റ് ലെവൽസും അതേപോലെ തന്നെ വേറെ ഇൻഡിവിജ്വൽസിനും ഈ ഒരു അതോറിറ്റി മാനേജ്മെൻറ്റ് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കണം. ഓതറൈസേഷൻ ക്യാൻ ജനറൽ ആൻഡ് സ്പെസിഫിക് പെർട്ടൈനിങ് ടു എ സിംഗിൾ ട്രാൻസാക്ഷൻ. ഓതറൈസേഷൻ എന്താവാം, ജനറൽ ഓതറൈസേഷനും അതേമാതിരി തന്നെ സ്പെസിഫിക് ഓതറൈസേഷനും ആവാം പെർട്ടൈനിങ് ടു എ സിംഗിൾ ട്രാൻസാക്ഷൻ. പ്രൊസീജിയേഴ്സ് മസ്റ്റ് എൻഷുർ ദാറ്റ് ഓതറൈസേഷൻസ് ആർ ഇഷ്യൂഡ് ബൈ ഇൻഡിവിജ്വൽസ് ആക്ടിംഗ് വിത്തിൻ ദെയർ അതോറിറ്റി ആൻഡ് ദാറ്റ് ട്രാൻസാക്ഷൻസ് അലൈൻ വിത്ത് ദീസ് ഓതറൈസേഷൻ. അപ്പോൾ പ്രൊസീജിയേഴ്സ് എന്ത് എൻഷുർ ചെയ്യണം, ഓതറൈസേഷൻ ഇഷ്യൂ ചെയ്യുന്ന ഇൻഡിവിജ്വൽസ് ആ ഒരു ട്രാൻസാക്ഷന് അതോറിറ്റിയിലൊരു വ്യക്തിയാണോ എന്നുള്ള കാര്യം പ്രൊസീജിയേഴ്സ് എൻഷുർ ചെയ്യണം. അതേമാതിരി തന്നെ ആ ഓതറൈസേഷൻ ആ അതോറിറ്റിക്ക് താഴെ അതോറിറ്റിക്ക് അലൈൻ ആയിട്ടാണോ എന്ന് വെച്ചാൽ അതിന് കറക്റ്റായ രീതിയിലാണോ ആ ട്രാൻസാക്ഷനും ഉള്ളത് എന്നുള്ളൊരു കാര്യം കൂടി മാനേജ്മെൻറ്റ് ചെക്ക് ചെയ്യണം. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ട്രാൻസാക്ഷൻ നടക്കുകയാണ്, നമ്മൾ പറഞ്ഞു റൂളുണ്ട് 1000 റുപ്പീസിന് താഴെ മാത്രമേ നമ്മൾ ക്യാഷ് ട്രാൻസാക്ഷൻ നടത്തുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ മാനേജ്മെൻറ്റ് ഒരു പോളിസി ഇറക്കി. ക്യാഷ് ട്രാൻസാക്ഷൻ അത്രേ നടത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷൻ ഓതറൈസ് ചെയ്യാൻ നമ്മളൊരു ഇൻഡിവിജ്വലിനെ നമ്മൾ ഏർപ്പെടുത്തുകയും ചെയ്ത്. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യുകയാണ്, ഇയാൾ ഈ 2000 ഉള്ള ട്രാൻസാക്ഷൻസ് ഇയാൾ ഓതറൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മാനേജ്മെൻറ്റ് എന്ത് നോക്കണം, ഈ ട്രാൻസാക്ഷൻസ് ആ ഓതറൈസേഷന് കീഴിൽ വരുന്ന ട്രാൻസാക്ഷൻ ആണോ എന്നുള്ള കാര്യം നോക്കണം. അതേമാതിരി തന്നെ ഈ ഒരു ഇൻഡിവിജ്വൽ ആ അതോറിറ്റി കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതും കൂടി മാനേജ്മെൻറ്റ് ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്. സോ ആ പ്രൊസീജിയേഴ്സ് മാനേജ്മെൻറ്റും അതേപോലെ തന്നെ ഓഡിറ്ററും ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ദിസ് ക്യാൻ ബി വെരിഫൈഡ് ബൈ കമ്പയറിംഗ് ട്രാൻസാക്ഷൻസ് ഡോക്യുമെൻറ്റ് വിത്ത് ദ റിലവൻറ്റ് ഓതറൈസേഷൻ. അപ്പോൾ റിലവൻ്റ് ആയിട്ടുള്ള ഓതറൈസേഷൻ നമ്മൾ ഡോക്യുമെൻറ്റ് ചെയ്തിട്ടുണ്ടാകും ഓരോ ട്രാൻസാക്ഷൻസും. ആ സാധനങ്ങൾ കമ്പയർ ചെയ്തിട്ട് വേണം നമ്മൾ ഇത് വെരിഫൈ ചെയ്യാൻ വേണ്ടി. ഓക്കെ, നൗ ആഡിക്വസി ഓഫ് റെക്കോർഡ്സ് ആൻഡ് ഡോക്യുമെൻറ്റ്സ്. അക്കൗണ്ടിങ് കൺട്രോൾ മസ്റ്റ് എൻഷുർ. അപ്പോൾ അക്കൗണ്ടിങ് കൺട്രോൾസ് എന്തൊക്കെയാണ് എൻഷുർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ട്രാൻസാക്ഷൻസ് ആർ എക്സിക്യൂട്ടഡ് ഇൻ ലൈൻ വിത്ത് മാനേജ്മെൻറ്റ്സ് ജനറൽ ആൻഡ് സ്പെസിഫിക് ഓതറൈസേഷൻ. അപ്പോൾ മാനേജ്മെൻറ്റ്
ജനറലും ആയിട്ടും അതേപോലെ തന്നെ സ്പെസിഫിക് ആയിട്ടുള്ള ഓതറൈസേഷനും കൺസിഡർ ചെയ്തിട്ടാണോ ഒരു ട്രാൻസാക്ഷൻ എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം അക്കൗണ്ടിങ് കൺട്രോൾസ് എൻഷുർ ചെയ്യണം. ദെൻ ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ് ആർ റെക്കോർഡഡ് പ്രോംപ്റ്റ്ലി ആൻഡ് ആക്യുറേറ്റ്. പ്രോംപ്റ്റ് ആയിട്ടും ആക്യുറേറ്റ് ആയിട്ടും എന്താണ് ട്രാൻസാക്ഷൻസും ഇവൻറ്റ്സും റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി നോക്കണം. ദെൻ ട്രാൻസാക്ഷൻസ് ആർ ക്ലാസിഫൈഡ് കറക്റ്റ്ലി ഇൻ അപ്രോപ്രിയേറ്റ് അക്കൗണ്ടിങ് പോളിസീസ്, അപ്രോപ്രിയേറ്റ് അക്കൗണ്ട്സ് ആൻഡ് പീരീഡ്സ് എന്നുവെച്ചാൽ ക്ലാസിഫിക്കേഷൻ കറക്റ്റായ രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടോ. അതേമാതിരി തന്നെ കട്ട് ഓഫും നമ്മൾ അക്കൗണ്ടിങ് നമുക്ക് ആപ്ലിക്കബിൾ ആവുന്ന അക്കൗണ്ടിങ് പീരീഡ് തന്നെയാണോ ഈ ഒരു ട്രാൻസാക്ഷൻസും ഇവൻറ്റ്സും നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി എന്താണ് അക്കൗണ്ടിങ് കൺട്രോൾസ് എൻഷുർ ചെയ്യണം. ദെൻ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ടു ഫെസിലിറ്റേറ്റ് ദ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ അക്കോർഡൻസ് വിത്ത് അപ്ലിക്കബിൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ്. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പ്രകാരവും അതേമാതിരി തന്നെ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ് പ്രകാരവും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ എന്താണ് ഈ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷൻസ് എന്താണ് അതിനെക്കൊണ്ട് ഫെസിലിറ്റേറ്റ് ആകുമോ, അതിനെക്കൊണ്ട് സാധിക്കുമോ എന്നുള്ള കാര്യം എൻഷുർ ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മളൊരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്തു, നമ്മൾ സെയിൽസിന് പകരം അതിനെ പർച്ചേസ് റിട്ടേൺ എന്ന് റെക്കോർഡ് ചെയ്താൽ ഈ ഒരു ക്ലാസിഫിക്കേഷൻ തെറ്റിപ്പോയാൽ എന്താണ് അത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പ്രകാരമല്ല അത് ഉണ്ടാക്കുന്നത്. സോ ട്രാൻസാക്ഷൻ എന്താണ് പ്രോപ്പർ ആണോ, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പ്രകാരം പ്രോപ്പർ ആണോ എന്നുള്ള കാര്യം കൂടി എൻഷുർ ചെയ്യണം. ദെൻ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് മെയിൻറ്റെയിൻ അക്കൗണ്ടബിലിറ്റി ഓഫ് അസറ്റ്സ്. അക്കൗണ്ടബിലിറ്റി ഓഫ് അസറ്റ്സും കൂടി എന്താണ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ ആ ഒരു ട്രാൻസാക്ഷൻസ് എന്നുള്ള കാര്യം കൂടി എന്താണ് അക്കൗണ്ടിങ് കൺട്രോൾസ് എൻഷുർ ചെയ്യേണ്ടതാണ്. ദെൻ അസറ്റ്സ് ആൻഡ് റെക്കോർഡ്സ് ആർ പ്രൊട്ടക്റ്റഡ് ഫ്രം അൺഓതറൈസ്ഡ് ആക്സസ് ഓർ ഡിസ്പോസൽ. അപ്പോൾ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്സസിൽ നിന്നോ ഡിസ്പോസലിൽ നിന്നോ അസറ്റ്സിനെയോ റെക്കോർഡ്സിനെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം എന്താണ് അക്കൗണ്ടിങ് കൺട്രോൾസ് എൻഷുർ ചെയ്യണം. ദെൻ റെക്കോർഡ്സ് മസ്റ്റ് ഇൻക്ലൂഡ് സഫിഷ്യൻറ്റ് അസറ്റ്സ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് ലൊക്കേഷൻ ടു അലൗ പീരിയോഡിക് ഫിസിക്കൽ വെരിഫിക്കേഷൻ. അപ്പോൾ നമുക്കൊരു ഒരു സമയത്തിന് എന്താണ് ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്താൻ എന്താണ് ഓരോ അസറ്റിൻ്റെയും ഡിസ്ക്രിപ്ഷനും അതിൻ്റെ ലൊക്കേഷനും എന്താണ് സഫീഷ്യൻ്റായ രീതിയിൽ റെക്കോർഡ് ചെയ്തിരിക്കണം. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ അക്കൗണ്ടിങ് കൺട്രോൾസ് എൻഷുർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ടു എൻഷുർ പ്രോംപ്റ്റ് ആക്യുറേറ്റ് ആൻഡ് കംപ്ലീറ്റ് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് മാനേജ്മെൻറ്റ് ഓഫൻ എസ്റ്റാബ്ലിഷ് സെവറൽ പ്രൊസീജിയേഴ്സ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഒരു ട്രാൻസാക്ഷൻ പ്രോംപ്റ്റായ രീതിയിൽ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റ് എന്താണ് പ്രോംപ്റ്റും ആക്യുറേറ്റും കംപ്ലീറ്റും ആയ രീതിയിൽ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റ് എന്ത് ചെയ്യും പ്രൊസീജിയേഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യും. പ്രോപ്പർ റെക്കോർഡിംഗ് ക്യാൻ ബി കൺഫേംഡ് ബൈ കമ്പയറിംഗ് റെക്കോർഡ്സ് വിത്ത് ഇൻഡിപെൻഡൻറ്റ് ഇൻഫർമേഷൻ സോഴ്സസ്. അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ സോഴ്സിൽ നിന്നും എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ ഒരു സെയിലിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, ബാങ്ക് ടു സെയിൽ എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഇത് നമ്മളെ ബുക്കിൽ നമ്മൾ കണ്ടു എത്രയാണ് 100 രൂപ എന്ന് നമ്മൾ കണ്ടു. ഇത് പ്രോപ്പറായ രീതിയിൽ സെയിൽസ് ആയിട്ട് തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളെന്താണ് ഒരു തേർഡ് പാർട്ടി നമ്മൾ ആർക്കാണോ ഇത് വിറ്റത് അയാളടുത്ത് പോയിട്ട് നമ്മളെന്താണ് ഇത് കൺഫേം അല്ലെങ്കിൽ ഡെറ്ററാക്കാം. അയാളടുത്ത് പോയിട്ട് നമ്മളെന്താണ് കൺഫേം ചെയ്യുകയാണ് ഇതേ എമൗണ്ടിലാണോ ഇത് അവർ വാങ്ങിയിട്ടുള്ളത്, അതേമാതിരി തന്നെ പർച്ചേസ് റിട്ടേൺ അല്ലല്ലോ എന്ന് വെച്ചാൽ അവരെന്താണ് സപ്ലയേഴ്സ് അല്ലല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളെന്താണ് വെരിഫൈ ചെയ്യണം. ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സോഴ്സിൽ നിന്നും ഇൻഫർമേഷൻ സോഴ്സിൽ നിന്നും നമ്മളെന്താണ് ഈ ഒരു റെക്കോർഡ്സ് നമ്മൾ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക ഇതിൻ്റെ ഒരു എഫിഷ്യൻസിയും അതേമാതിരി തന്നെ അതിൻ്റെ ഒരു ആക്യുറസിയും കറക്റ്റ്നെസ്സും നമ്മൾ എന്താണ് വെരിഫൈ ചെയ്യുന്നത്. ഓക്കെ, ദെൻ അക്കൗണ്ടബിലിറ്റി ആൻഡ് സേഫ് ഗാർഡിംഗ് ഓഫ് അസറ്റ്സ്. The accountability process begins with the acquisition of assets and extends to their use and financial disposal. അപ്പോൾ അക്കൗണ്ടബിലിറ്റി ആൻഡ് സേഫ് ഗാർഡിംഗ് ഓഫ് അസറ്റ് ആണ്. അപ്പോൾ അക്കൗണ്ടബിലിറ്റി എപ്പോഴാണ് തുടങ്ങുകയെന്ന് വെച്ചാൽ നമ്മളൊരു അസറ്റ് വാങ്ങുന്നത് മുതലും അതേമാതിരി തന്നെ അത് യൂസ് മുതൽ അതിൻ്റെ ഫൈനൽ ഡിസ്പോസൽ വരെ എന്താണ് നമുക്ക് ആ ഒരു അസറ്റിനോടുള്ള അക്കൗണ്ടബിലിറ്റിയും അതേമാതിരി തന്നെ ഒരു സേഫ് ഗാർഡും നമുക്കുണ്ട്. സേഫ് ഗാർഡിംഗ് അസറ്റ്സ് റിക്വയർ മെയിൻറ്റെയിനിങ് ആക്യുറേറ്റ് റെക്കോർഡ്സ് ആൻഡ് റെഗുലർലി റീകൺസൈലിംഗ് ദം വിത്ത് ആക്ച്വൽ അസറ്റ്. അപ്പോൾ നമ്മളെന്താണ് ആക്യുറേറ്റ് ആയിട്ടുള്ള റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുക, അതേമാതിരി തന്നെ അത് റെഗുലറായ രീതിയിൽ റീകൺസൈലും ചെയ്യുക. ആക്ച്വൽ അസറ്റിനോട് റീകൺസൈലും ചെയ്യുന്നതാണ് എന്ത് സേഫ് ഗാർഡിംഗ് എന്നുള്ളതിനെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം പ്രോപ്പറായ രീതിയിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ആ ഒരു അസറ്റ് എന്താണ് അവിടെ ഫിസിക്കലായിട്ടുണ്ടോ, അതേമാതിരി തന്നെ അതിൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ എന്താണ്, അതിൻ്റെ ഫിസിക്കൽ വാല്യൂ ഇപ്പോൾ എന്തായിരിക്കും വരിക, അത് ആരെങ്കിലും മിസ്അപ്രോപ്രിയേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യുന്നത് സേഫ് ഗാർഡിങ്ങിൽ വരുന്നതാണ്.
സെൻസിറ്റീവ് അസറ്റ്സ് ലൈക്ക് ക്യാഷ് ആൻഡ് ഇൻവെൻട്രി മസ്റ്റ് ബി വെരിഫൈഡ് ഫ്രീക്വൻ്റ്ലി. അപ്പോൾ സെൻസിറ്റീവ് ആയിട്ടുള്ള അസറ്റ് അതുമാതിരി തന്നെ ക്യാഷും ഇൻവെൻട്രിയും എന്ന് വെച്ചാൽ എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും മിസ്അപ്രോപ്രിയേറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള അസറ്റുകൾ എന്താണ് ഫ്രീക്വൻ്റ് ആയ രീതിയിൽ നമ്മൾ വെരിഫൈ ചെയ്യണം. ദ ഫ്രീക്വൻസി ഓഫ് റീകൺസിലേഷൻ ഓഫ് റീകൺസിലേഷൻ വേരീസ് ബേസ്ഡ് ഓൺ ദ അസറ്റ്സ് നേച്ചർ ആൻഡ് വാല്യൂ. അപ്പോൾ അസറ്റിൻ്റെ നേച്ചറും വാല്യൂയും വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു റീകൺസിലേഷൻ്റെ ഒരു പീരീഡ് അതിൻ്റെ ഒരു ഫ്രീക്വൻസി മാറിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഈ ക്യാഷ് അതേമാതിരി തന്നെ സെൻസിറ്റീവ് ആയ അസറ്റാണെങ്കിൽ നമ്മൾ ഫ്രീക്വൻ്റ് ആയ രീതിയിൽ വെരിഫൈ ചെയ്യണം. ഇനി അങ്ങനെയല്ല, വലിയൊരു അസറ്റാണ്, വലിയൊരു ടൺ കണക്കിന് വെയിറ്റുള്ളൊരു അസറ്റ് ആണെങ്കിൽ അതിന് വലിയ വാല്യൂ ഒന്നുമില്ല, പക്ഷേ പ്രൊഡക്ഷനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒരു അസറ്റ് ആണെങ്കിൽ എന്താണ് നമ്മൾ എപ്പോഴും അത് റീകൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. വിത്ത് ദ മോർ സെൻസിറ്റീവ് അസറ്റ് റിക്വയറിങ് ക്ലോസർ മോണിറ്റർ. അപ്പോൾ മോർ സെൻസിറ്റീവ് ആണെങ്കിൽ എന്താണ്, ഇപ്പോൾ നേച്ചറും വാല്യൂയും അതേപോലെ തന്നെ സെൻസിറ്റിവിറ്റീൻ്റെയും ബേസിലാണ് നമ്മൾ എന്താണ് ഈ ഒരു റീകൺസിലേഷൻ നടത്താൻ വേണ്ടിയിട്ട്. ആക്സസ് ടു അസറ്റ്സ് ഷുഡ് ബി ലിമിറ്റഡ് ടു ഓതറൈസ്ഡ് പേഴ്സണൽ എൻകോമ്പസിങ് ബോത്ത് ഫിസിക്കൽ ആക്സസ് ആൻഡ് കൺട്രോൾ ഓവർ റിവൺ ഡോക്യുമെൻറ്റ് ഫോർ അസറ്റ് യൂസ് ആൻഡ് ഡിസ്പോസൽ. അപ്പോൾ എന്താണ് നമ്മൾ ഒരു അസറ്റിൻ്റെ അസറ്റ് യൂസ് ചെയ്യാനുള്ള ഒരു അധികാരം ഓതറൈസ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ. നമ്മളൊരാളെ ഏൽപ്പിച്ചാൽ അയാൾക്ക് മാത്രമേ അതിൻ്റെ ഒരു അതോറിറ്റി ഉണ്ടാവാൻ അത് യൂസ് ചെയ്യാനുള്ളൊരു അതോറിറ്റി ഉണ്ടാവാൻ പാടുള്ളൂ. എൻകോമ്പസിങ് ബോത്ത് ഫിസിക്കൽ ആക്സസ് അതേമാതിരി തന്നെ ഫിസിക്കൽ ആക്സസും അതേമാതിരി തന്നെ കൺട്രോൾ ഓവർ റിലവൻ ഡോക്യുമെൻറ്റും ആ അസറ്റ് റിലേറ്റഡ് ഡോക്യുമെൻറ്റും എന്താണ് ആ ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. സോ ഒരാൾക്ക് നമ്മളെന്താണ് ആ ഒരു ഫിസിക്കൽ ആക്സസ് കൊടുത്തെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു അസറ്റ് യൂസ് ചെയ്യുക, മറ്റൊരാൾ എന്ത് ചെയ്യുക അതിൻ്റെ ഡോക്യുമെൻറ്റ് കീപ്പ് ചെയ്യുക എന്നുള്ളൊരു ഓതറൈസേഷൻ നമ്മൾ കൊടുക്കണം. സോ റിലവൻറ്റ് ഡോക്യുമെൻറ്റേഷൻ ഫോർ അസറ്റ്സ് യൂസ് ആൻഡ് ഡിസ്പോസൽ. അസറ്റിൻ്റെ യൂസിനും അതേപോലെ തന്നെ ഡിസ്പോസലിനുള്ള ആ ഒരു റിലവൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ് വേറൊരു വ്യക്തിക്കും അതിൻ്റെ ഫിസിക്കൽ യൂസ് വേറൊരു വ്യക്തിക്കും വേണം കൊടുക്കാൻ. അപ്പോൾ ഇയാൾക്ക് ഇത് വിറ്റിട്ട് കുറച്ച് പൈസ കിട്ടണമെന്നുണ്ട്. അപ്പോൾ ഇയാളുടെ അടുത്ത് പോയിട്ട് അസറ്റ് വാങ്ങാൻ പോകുമ്പോൾ ഇയാളത് കീപ്പ് ചെയ്യാനുണ്ടാവും. ഇനി അങ്ങനെയല്ല, ഈ അസറ്റ് കീപ്പ് ചെയ്യുന്ന ആളാണ് കുറച്ച് പൈസക്ക് ആവശ്യമെങ്കിൽ അയാൾ വിൽക്കാൻ പോകുന്ന സമയത്ത് ഈ ഒരു ഡോക്യുമെൻ്റ് ഇല്ലാതെ അയാൾക്കത് വിൽക്കാനും പറ്റില്ല. സോ വിൽക്കാനുള്ള ഡോക്യുമെൻ്റ് ഉള്ള ആൾക്ക് കയ്യിൽ അസറ്റും ഇല്ല, അസറ്റ് കയ്യിലുള്ള ആൾക്ക് വിൽക്കാനുള്ള ഡോക്യുമെൻറ്റും ഇല്ല. സോ അങ്ങനത്തെ രീതിയിൽ വേണം നമ്മൾ ആ ഒരു ഓതറൈസേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. എഫക്റ്റീവ് കൺട്രോൾ മസ്റ്റ് ബി എസ്റ്റാബ്ലിഷ്ഡ് ഫോർ ക്യാഷ്, ഇൻവെൻട്രി, ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആൻഡ് അതർ ഫിക്സ്ഡ് അസറ്റ്. അപ്പോൾ ക്യാഷിനും ഇൻവെൻട്രിക്കും ഇൻവെസ്റ്റ്മെൻറ്റിനും അതർ ഫിക്സ്ഡ് അസറ്റിനും എഫക്റ്റീവ് ആയിട്ടുള്ളൊരു കൺട്രോൾസ് നമ്മൾ എപ്പോഴും എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കണം. ഇനി ഇൻഡിപെൻഡൻറ്റ് ചെക്സ്. ഇൻഡിപെൻഡൻറ്റ് വെരിഫിക്കേഷൻ ഓഫ് കൺട്രോൾ സിസ്റ്റംസ് ഇൻവോൾവ്സ് പീരിയോഡിക് റിവ്യൂ ബൈ ഇംപാർഷ്യൽ ഇൻഡിവിജ്വൽസ് ടു അസസ് ദ എഫക്റ്റീവ്നെസ് ഓഫ് കൺട്രോൾ പ്രൊസീജിയേഴ്സ്. അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വെരിഫിക്കേഷൻ, കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വെരിഫിക്കേഷൻ എപ്പോഴും നടന്നിരിക്കണം. ഇൻവോൾവിങ് പീരിയോഡിക്കൽ റിവ്യൂ ബൈ ഇംപാർഷ്യൽ ഇൻഡിവിജ്വൽ. അപ്പോൾ ഒരു പാർഷ്യൽ അല്ലാത്ത ബയസ്ഡ് അല്ലാത്തൊരു ഇൻഡിവിജ്വൽ വേണം നടത്താൻ വേണ്ടിയിട്ട്. ടു അസസ് ദ എഫക്റ്റീവ്നെസ് ഓഫ് കൺട്രോൾ പ്രൊസീജിയർ. അപ്പോൾ കൺട്രോൾ പ്രൊസീജിയേഴ്സിൻ്റെ എഫക്റ്റീവ്നെസ് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇൻഡിപെൻഡൻറ്റ് വെരിഫിക്കേഷൻ നടത്തുന്നത്. This review process can be conducted by specially assigned staff or external auditor. അപ്പോൾ അസൈൻ ചെയ്ത സ്റ്റാഫോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഓഡിറ്ററോ വേണം എന്ത് ചെയ്യാൻ ഈ ഒരു ഇൻഡിപെൻഡൻറ്റ് വെരിഫിക്കേഷൻ നടത്താൻ വേണ്ടി. അപ്പോൾ നമ്മൾ പോയിട്ട് ഇൻവെൻട്രി ചെക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ ഓഡിറ്റിൻ്റെ സമയത്ത്. സോ അതൊരു ഇൻഡിപെൻഡൻറ്റ് വെരിഫിക്കേഷനാണ്. നമ്മൾ തന്നെ ഇതിലൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന സംഭവമല്ല, നമ്മൾ കറക്റ്റായ രീതിയിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് രീതിയിൽ വെരിഫിക്കേഷൻ നടത്തുകയാണ് അത് ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പോൾ അതാണ് ഈ ഒരു പാർട്ടിൽ നമ്മൾ ഇൻറ്റേർണൽ കൺട്രോളിനെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയത്. അതിൻ്റെ നേച്ചർ, സ്കോപ്പ് ആൻഡ് ടൈമിംഗ് ഒക്കെയാണ് നമ്മൾ നോക്കിയത്. സോ നമുക്ക് അടുത്ത ടോപ്പിക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാം.